ഓക്കെ, അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണ ഒരാൾക്ക് ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം എന്തൊക്കെയാണെന്ന് അറിയണം. ഫീൽഡുകളെ കുറിച്ച് എന്താണെന്ന് അറിയണം, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും എന്ന് അറിയണം. പ്ലസ് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഒപ്പം വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള 2 എഞ്ചിനീയേഴ്സ് കൂടി ഇന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. സുനിൽ ചേട്ടനും പിന്നെ മിസ്റ്റർ ജിനു സാറും. ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുപേരും എന്നെക്കാളും ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ട് ആളുകളാണ്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് അവർ ഷെയർ ചെയ്യുന്നുണ്ടാവും. 3 പാർട്സ് ആയിട്ടാണ് നമുക്ക് പോവുക കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് എൻ്റെ സെഷനിലേക്ക് കടക്കാം. പിന്നെ ചെറിയ കൊച്ചു കൊച്ചു ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ ചെറിയൊരു ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്. നമുക്ക് ലെറ്റ്സ് സീ. അപ്പൊ ആദ്യം എൻ്റെ പരിപാടിക്ക് കിടക്കാം നമുക്ക്. അപ്പൊ എല്ലാവരും ഞാൻ വെൽക്കം ചെയ്യാണ്, ഒന്നുകൂടി വെൽക്കം ചെയ്യാണ്. ഓൾറൈറ്റ്, അപ്പൊ ജസ്റ്റ് ഒരു ചെറിയൊരു കാര്യം കാണിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. യെസ്, എല്ലാവർക്കും കാണാം. ലൈവ് പ്രൊഡക്ഷൻ ആൻഡസ് എന്ത് സംഭവം? ലൈവ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ലൈവ് എന്ന് പറഞ്ഞാൽ ലൈവ് സൗണ്ട് മാത്രമല്ല, ലൈവില് ലൈറ്റിംഗ് വരുന്നുണ്ട്, അല്ലെ, LED വാൾ വരുന്നുണ്ട്, AV നമുക്കറിയാം. ഇപ്പോൾ സുനിൽ ചേട്ടനൊക്കെ അതിൽ വളരെ എക്സ്പേർട്ടാണ്. ഗ്രീൻ മീഡിയ കമ്പനിയിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലൈവ് പ്രൊഡക്ഷനും നമ്മളും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചുകൊണ്ട് ഞാനത് തുടങ്ങാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ട്രെയിനിങ് സെഷൻ, ഇപ്പം ഒരുപാട് കൺസോളുകൾ ഉണ്ടല്ലോ ലോകത്തല്ലേ. ഇപ്പൊ നമ്മുടെ ഇവിടെ ഡിജികോ എന്ന് പറഞ്ഞ കൺസോൾ ഭയങ്കര ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിന്റെ ഒരു ട്രെയിനിങ് നമ്മൾ അറ്റൻഡ് ചെയ്യണല്ലോ. ഇതൊരു പെന്നാണ്. ഇതിപ്പോ നിങ്ങൾക്ക് കാണുന്ന ഡിജികോ എന്നാണ്. കറക്റ്റ് ആൻസർ ഒക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ പെന്നാണ്. അപ്പൊ ഇതൊരു സാധാരണ ഒരാളെ സംബന്ധിച്ചോളം ജസ്റ്റ് എഴുതാൻ ഉപയോഗിക്കുന്ന ഒരു പെന്നാണ്. ഓഫ് കോഴ്സ് നമുക്ക് എഴുതാൻ ഉപയോഗിക്കാം. പക്ഷേ ഒരു സൗണ്ട് എഞ്ചിനീയറെ സംബന്ധിച്ചോളം ഇവിടെ ഒരു പോയിന്റ് കാണാം. ജസ്റ്റ് പ്രസ് ആവുന്ന ഒരു പോയിന്റ് ആണ്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, പ്രഷർ പോയിന്റ് ആണ്. ഈ ടച്ച് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം ഡിജിക്കോ പോലെ കൺസോൾ, ഇപ്പൊ വിങ് ആണെങ്കിലും നമുക്ക് അത് ടച്ച് സ്ക്രീൻ ആണ്. നമ്മൾ സാധാരണ വിരൽ കൊണ്ട് തൊടുമ്പോൾ ഫോണിന്റെ പോലെ ഒരു സ്മൂത്ത് ആയിട്ടൊരു ടച്ച് അല്ല അതില്, അല്ലെ, ചെറിയൊരു പ്രഷർ സെൻസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് ടച്ച് ചെയ്യാൻ ഇത് ഉപയോഗിക്കാം. അപ്പൊ ഈ ഒരു കാര്യം തന്നെ വളരെ കുറച്ച് പേർക്ക് അറിയുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടാൻ ഇനിയും ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്കൊരു വെളിച്ചം വീശുന്നാവട്ടെ നമ്മുടെ ഇന്നത്തെ ഒരു സെമിനാർ. ഓക്കെ, അപ്പൊ ഞാൻ ടോപ്പിക്ക് കിടക്കാം. യെസ്, അപ്പോൾ നമുക്ക് എന്താണ് ഒരു ലൈവ് പ്രൊഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ലൈവ് സൗണ്ട് ഉണ്ടാവും. ലൈവായിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്, അല്ലെ. അപ്പൊ അതിൽ ലൈവ് സൗണ്ട് ഉണ്ട്, ലൈറ്റിംഗ് ഡിസൈനിങ് ഉണ്ട്. അപ്പൊ ലൈറ്റിംഗ് ഡിസൈനിങ് എന്ന് പറയാൻ കാരണം എന്താ? ലൈവ് സൗണ്ട് എന്ന് പറയുന്നത് ലൈറ്റിംഗ് ഡിസൈനിങ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ലൈവ് ഡിസൈനിങ് എന്ന് പറയാത്തത്? കാരണം ലൈവ് സൗണ്ട് എന്ന് പറയുന്നത് ഇൻസ്റ്റലേഷൻ, വയറിംഗ്, ട്യൂണിങ്, അല്ലെ, ഒരുപാട് സൊഫിസ്റ്റിക്കേറ്റഡ് പ്രോസസ്സാണ്. ലൈറ്റിംഗ് ഈസി അല്ല എന്നല്ല പറഞ്ഞത്. ലൈറ്റിംഗിൽ പക്ഷെ ഡിസൈനിങ് ആണ്. ലൈറ്റിംഗ് എവിടെ വെക്കുന്നു, ഏത് പൊസിഷനിൽ വെക്കുന്നു, എങ്ങനെ ഒരാളുടെ ഫേസ് ലൈറ്റ് അപ്പ് ചെയ്തെടുക്കാം, ആ ഒരു ഇമോഷൻ പ്രോഗ്രാമിന്റെ, അത് എന്തോ ആയിക്കോട്ടെ, ഇവന്റോ, ഫാഷൻ ഷോയോ, പിന്നെ ഡ്രാമയോ, മ്യൂസിക് ഇവന്റോ, എന്തോ ആയിക്കോട്ടെ, അതിൽ ആ ഇവന്റ് അത്രയും ഡെഡിക്കേറ്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക എന്നുള്ളത് മാത്രമാണ് ലൈറ്റിംഗ് ഡിസൈനറുടെ ഒരു പേർപ്പസ്. ലൈവ് സൗണ്ട് അങ്ങനെയല്ല, ഒരു ഇച്ചിരി ലോങ് പ്രോസസ്സാണ്. പക്ഷെ ഇപ്പോൾ കോമ്പാക്ട് ആയിട്ട് ഒരുപാട് സിസ്റ്റംസ് വന്നുകൊണ്ട് ലൈവ് സൗണ്ട് കുറച്ചുകൂടി മേക്കിംഗ് ലൈഫ് ഈസിയർ. ഓക്കെ, പിന്നെ LED വാൾ പണ്ട് കാലത്തൊന്നും അത്ര ഇമ്പോർട്ടന്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ LED വാൾ ടെക്നീഷ്യൻസിനെ കിട്ടാനില്ല. കാരണം LED വാൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ബാക്കിൽ ഒട്ടുമിക്ക പ്രോ ഷോ ഇത് LED വാളിലാണ് നടക്കൂല. ഈവൻ ലൈറ്റിങ്ങിന്റെ അഭാവം പോലും LED വാളിൽ ക്ലിയർ ചെയ്യുന്ന പറയുന്നത്. അത്രയും ഡിസൈനിങ്ങിൽ ഭയങ്കര കോർ വാല്യൂ ഉള്ളതാണ് LED വാൾ എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ ഇത് പഠിക്കാന്നല്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി, ഇതൊക്കെ ഒരു പ്രൊഫഷൻ ആണ്, നിങ്ങൾക്കത് ഉപകരിക്കുമല്ലോ. ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആയിക്കോട്ടെ, ഒന്നും അറിയാത്ത ആളുകളായിക്കോട്ടെ, ഹൂവർ യു ആർ, നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവണം. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒരു ബിഗിനറിന് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ പറയുന്നത് കേട്ടോ. അതാണ് നമ്മൾ ഈ സെമിനാറിന്റെ ഉദ്ദേശവും. ഓക്കെ, പിന്നെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ സ്റ്റേജ്. അപ്പോൾ സ്റ്റേജ് എന്ന് പറയുന്നത്, സ്റ്റേജ് ഒരു ആർക്കിടെക്ചറാണ്. ഇപ്പൊ പ്രോപ്പർ അല്ലാത്ത ഒരു സ്റ്റേജും പ്രോപ്പർ അല്ലാത്ത ഒരു സ്കഫോൾഡിങ്, നമുക്കറിയാം, നമ്മളുടെ സ്കഫോൾഡിങ് ഒക്കെ ചെയ്യുന്നതും പ്രസ് വർക്ക് ചെയ്യുന്നതൊക്കെ അതൊരു പ്രൊഫഷൻ തന്നെയാണ്. വാട്ടർ ലെവൽ നോക്കി, വെയിറ്റ് ലോഡ് അനുസരിച്ച് പേലോഡ് നോക്കി അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റ് സെലക്ട് ചെയ്യേണ്ട ഒരു പ്രൊഫഷണൽ പ്രോസസ്സാണ്. അൺഫോർച്ചുനേറ്റ്ലി വളരെ കുറച്ച് പേര് അത് ഫോളോ ചെയ്യുന്നുള്ളൂ. അപ്പൊ അതൊരു ഡിഫറെന്റ് പ്രൊഫഷനാണ്. നമ്മുടെയൊക്കെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ എല്ലാം നമ്മൾ തന്നെ ചെയ്യും, അല്ലെ. പവർ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പവർ നമ്മളൊരു സർട്ടിഫൈഡ് ഇലക്ട്രീഷ്യൻ ആണ് പവറിന്റെ DB തൊടാൻ പാടുള്ളൂ. ഒരു ചേഞ്ച് ഓവർ കൊടുക്കുകയാണ്, ജനറേറ്ററിൽ നിന്ന് ഒരു ചേഞ്ച് ഓവർ കൊടുക്കുന്നുണ്ടെങ്കിൽ സർട്ടിഫൈഡ് ഇലക്ട്രീഷ്യൻസ് തന്നെ കുറവാണ് നമ്മുടെ നാട്ടിൽ, അല്ലെ.
ഇവർ വന്നിട്ടാണ് ചെയ്യേണ്ടത്. നമ്മൾ സാധാരണ കുട്ടികളെ കൊണ്ട് വരെ ചെയ്യിക്കും. വെരി ഡേഞ്ചറസ്. കാരണം ഇപ്പൊ നമ്മളിപ്പം ജനറേറ്ററിൽ നിന്നൊക്കെ DC ആണ്, ഷോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഭാഗ്യം ഉണ്ടെങ്കിൽ രക്ഷപ്പെടുള്ളൂ. ഇവൻ ആംപ്ലിഫയറിൽ നിന്നൊക്കെ ഷോക്ക് അടിച്ച് കഴിഞ്ഞ മന്തിൽ എൻ്റെ സ്റ്റുഡന്റ് മരിച്ചുപോയി, എർത്ത് കൊടുത്തിരുന്നില്ല. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്താ പറയാ, ഒരുപാട് നമ്മൾ പഠിക്കാനും വളരാനും ഉണ്ട് ഈ ഒരു മേഖലയിൽ. പ്രത്യേകിച്ച് മലയാളികൾ നമ്മുടെ നാട്ടിൽ. പുറത്തു പോയി കഴിഞ്ഞാൽ വേറെയാണ് കേട്ടോ, സ്റ്റാൻഡേർഡ്സ് ഒക്കെ മാറി, അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, ട്രെയിനിങ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ വളരണം. നമ്മുടെ നാട് നന്നാവിട്ടല്ലേ ബാക്കിയുള്ള നാടുകൾ നന്നാവേണ്ടത്. അപ്പൊ നമ്മുടെ നാട് നന്നാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കുക. അപ്പൊ സ്റ്റേജ് ഒരു ഹൈലി പ്രൊഫഷണൽ കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഇപ്പൊ കാറ്റൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ നീ സൂക്ഷിക്കണം. കാരണം ഹൈറ്റ് ഒക്കെ ഒരുപാട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരുപാട് നാച്ചുറൽ കലാമിറ്റീസ് കൊണ്ട് തന്നെ നമ്മുടെ പ്രോ ഷോസിലൊക്കെ സ്കഫ് ഹോൾഡിങ്സ് താഴെ വീണും ഒരുപാട് പരിക്കുകളും മരണങ്ങളും നഷ്ടങ്ങളും സംഭവിക്കുന്ന ഒരു സമയമാണ്. ഓക്കെ, അപ്പം പിന്നെ ഇവന്റ്സില് പണ്ട് കാലത്തൊക്കെ ഇവന്റ് എന്ന് പറഞ്ഞാൽ 2 സ്പീക്കർ കൊണ്ട് വെക്കുന്നു, പാട്ട് വെക്കുന്നു, പരിപാടി കഴിഞ്ഞു അല്ലെ. മെയിൻ ആയിട്ട് ഫുഡാണ്. ഇപ്പൊ ഇവന്റിന്റെ ഒരു ക്ലോസ് എന്താ പറയാ, അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു ഭാഗമാണ് എന്ത്, ഓഡിയോ വീഡിയോ അല്ലെ, AV. അതായത് LED വാൾ മുതൽ സൗണ്ടിങ്, ബെസ്റ്റ് സൗണ്ടിങ്, ലൈറ്റിംഗ്, ഡിസൈനിങ്, ഇതെല്ലാം നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു ഇവന്റ് എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ വെഡിങ് മാത്രമല്ല കേട്ടോ. ഇപ്പൊ നമുക്കൊരു സ്കൂളിന്റെ ആനിവേഴ്സറി ആവാം, പിന്നെ ഒരു വലിയൊരു സ്ഥാപനത്തിന്റെ സെലിബ്രേഷൻ ആവാം, അല്ലെങ്കിൽ വലിയ മനോരമ ചാനലോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന്റെ അവാർഡ് നൈറ്റ് ആവാം. ഇതൊക്കെ ഇവന്റുകൾ തന്നെയാണ്. മ്യൂസിക് ഫെസ്റ്റിവൽ ഈസ് എൻ ഇവന്റ്. അപ്പൊ ഇവന്റ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്തൊരു ഇവന്റും ഒരു ബിഗ് ബഡ്ജറ്റ് ഇവന്റും എന്താ പറയാ നമുക്ക് യൂസ്ഫുൾ ആണ്, നമ്മുടെ ഇൻഡസ്ട്രിയിൽ യൂസ്ഫുൾ ആണ്. അപ്പൊ അതിന്റെ ആവശ്യം എന്താന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഇവന്റിൽ നമുക്ക് മിനിമം യോഗ്യത എന്ന് പറയുന്നത് നിങ്ങൾ ട്രെയിൻഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇവന്റ് കമ്പനിക്ക് വേണ്ട നമ്മളെ. ഓക്കെ, അപ്പൊ കൂടുതൽ വരുന്ന ടീച്ചേഴ്സ് അത് പറയും, കൂടുതൽ കാര്യങ്ങൾ പറയും. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ഫോക്കസ് ചെയ്യാം. ലൈവ് സൗണ്ട് ഇപ്പോഴും പണ്ടും, ഇപ്പൊ ഞാനൊരു ഇപ്പൊ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 20 വർഷമായിട്ടുള്ളൂ, 22 വർഷമായി. ഇപ്പൊ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് 15 വർഷത്തോളമായി. അപ്പൊ എനിക്ക് എൻ്റെ ഒരു എന്താ പറയാ ഉറക്കം കെടുത്തിയ സാധനമാണ് മിക്സറിന്റെ ലൈറ്റ്സ്, മിക്സറിന്റെ ഡിസ്പ്ലേ. അത് SD9 ഒക്കെ ആയിരുന്നു, ഇപ്പോഴും SD9 അവൈലബിൾ ആണ്. പക്ഷെ ഇപ്പൊ ഡിജിക്കൊക്കെ ക്വാണ്ടത്തിലേക്കൊക്കെ കടന്നു. പിന്നെ അന്ന് C48 ആയിരുന്നു, ഇപ്പൊ S6L ആയി. യമഹ LS9 മാറി, ഇപ്പോ എന്താ പറയാ CL5 QL5 കടന്ന് അതിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പോയി. അപ്പോൾ PM5 ഒക്കെ എത്തി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ലൈവ് സൗണ്ട് എന്നും നമുക്ക് എന്താ പറയാ, ഓരോ വ്യക്തികൾക്കും ഓരോ ഇമോഷൻസ് ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഇമോഷൻ എന്താണ്. ചില ആളുകൾക്ക് മിക്സർ ആയിരിക്കും. മിക്സർ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് 20% ഉള്ള ഷോയില്. ബാക്കി നിങ്ങളുടെ, ഇപ്പൊ ഞാൻ കൂടുതൽ എന്റെ കരിയർ സ്പെൻഡ് ചെയ്തിട്ടുള്ള ടൂറിംഗ് എഞ്ചിനീയർ ആയിട്ടാണ്, ബാൻഡുകളൊപ്പം യാത്ര ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ സിസ്റ്റം എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ സെഷൻ എനിക്ക് വളരെ മിസ്സിംഗ് ആണ്. കാരണം എക്സ്പീരിയൻസ് ഇല്ല, അറിയാം, പക്ഷെ എക്സ്പീരിയൻസ് വേണമല്ലോ, അതാണ് എല്ലാം. ഒന്നാമത്തെ 2 പേജ് നമ്മൾ പഠനമാവുള്ളൂ, ബാക്കി 98 പേജുകൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ എന്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു ഒരു അട്രാക്ഷൻ പോയിന്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു മിക്സർ കാണുക അല്ലെങ്കിൽ അതിൽ നിന്നുള്ള സൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഭയങ്കര പാഷൻ എന്ന് വെച്ചാൽ, യു ആർ ഗോയിങ് ടു ബി ടൂർ എഞ്ചിനീയർ. നിങ്ങൾ തീരുമാനിച്ചാൽ മാത്രം പോരാ, ബാക്കി നമ്മളായിട്ട് വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ തീരുമാനിക്കണം. അത് ഒരുപാട് കാര്യങ്ങൾ, വേറെ പ്രോസസ്സ് ഉണ്ട്. നിങ്ങൾക്കൊരു എക്യുപ്മെന്റിനെ കുറിച്ച് നന്നായി പറയാനും പ്രസന്റ് ചെയ്യാനും അതിനെക്കുറിച്ച് സ്റ്റുഡൻസിനോട് എക്സ്പ്ലെയിൻ ചെയ്യാനും ഒക്കെ പറ്റുകയാണെങ്കിൽ, ഐദർ നിങ്ങൾക്കൊരു ഉറപ്പായിട്ട് ഒരു ഫാക്കൽറ്റി അല്ലെങ്കിൽ ഒരു ട്രെയിനർ സെഷനിലേക്ക് കടക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്കറ്റിംഗ്, വളരെ കുറച്ച് പേരെ ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ. ഇപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, കാരണം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ അക്കാഡമിക്ക്. മാർക്കറ്റിംഗിന് ആരെങ്കിലും ഉണ്ടോ? നോബഡി ഈസ് വില്ലിങ്, ബിക്കോസ് വളരെ കുറച്ച് പേരാണ് അങ്ങനെ ഒരു സ്കിൽ ഉള്ളത് കൊണ്ടായിരിക്കാം. എനിവേ, പിന്നെ ഇപ്പൊ ലൈവ് സൗണ്ടിൽ അങ്ങനെ മോണിറ്റേഴ്സ്, ഇപ്പൊ നമുക്കറിയാം, സാധാരണ നമ്മൾ ചെയ്യുന്നത് അവിടെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് മോണിറ്ററും FOH ഒക്കെ ഒരാൾ തന്നെ ഹാൻഡിൽ ചെയ്യും അല്ലെ. അയാൾ നല്ല പ്രഷർ ഉണ്ടാവാം, റിലാക്സ്ഡ് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ചിലപ്പോൾ നന്നാവും, ചിലപ്പോൾ മിസ്റ്റേക്സ് വരും. പക്ഷെ ഇത് 2 പേര് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ അതിനൊരു ബ്യൂട്ടി ഉണ്ട്. ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒട്ടുമിക്ക ഇപ്പൊ തൈക്കുടം പിടിച്ച്, എസ്പെഷ്യലി നമ്മുടെ മലയാളം ബാൻഡ്, നാട്ടിലെ ബാൻഡ് അല്ലെങ്കിൽ വലിയ മ്യൂസിക് ഫെസ്റ്റിവൽസിലെല്ലാം 2 എഞ്ചിനീയേഴ്സ് ഉണ്ടാവും. ഒന്ന് മോണിറ്റർ വേൾഡ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എഞ്ചിനീയർ, FOH അത് ഹാൻഡിൽ ചെയ്യാൻ വേറൊരു എഞ്ചിനീയർ ഉണ്ടാവും. അപ്പൊ ഇവർ 2 പേരും തമ്മിൽ ഒരു കൊളാബിലാണ്. അപ്പൊ ഇത് നമ്മൾ ഇൻട്രസ്റ്റ് എന്താ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് സിസ്റ്റം ഡിസൈനർ. ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ ബാക്കി 2 എഞ്ചിനീയേഴ്സ്, ജിനിസാറും സുനിൽ ചേട്ടനൊക്കെ എല്ലാം ചെയ്യും കേട്ടോ അവര്, പക്ഷെ എക്സ്പെർട്സ് ആണ് ഈ സിസ്റ്റം ഡിസൈനിങ്. അത് വളരെ കുറച്ച് പേരാണ് ഉള്ളൂ. അതിലാണ് ഏറ്റവും ഡിമാൻഡ്. ആക്ച്വലി ഹൈലി സ്കിൽഡ് ആയിരിക്കണം, കാരണം ഒരു സിസ്റ്റത്തിന്റെ നാഥനാണ്. അവർ കൊണ്ട് എവിടെ ഹാങ് ചെയ്യണം, എത്ര ഹൈറ്റ് വേണം, ഒരു ഷോയുടെ ഇൻചാർജ് അവരാണ്. മിക്സ് കോളാക്കി എഞ്ചിനീയർക്ക് തെറിയേക്കും ബാൻഡിന്റെ, പക്ഷെ എഞ്ചിനീയർ പറയാൻ പോകുന്നത് സിസ്റ്റം ഡിസൈനറാണ്. ആളുടെ സിസ്റ്റം ശരിയല്ല എന്ന് കുറ്റപ്പെടുത്തും അല്ലെ. സിസ്റ്റം നന്നായി കഴിഞ്ഞാൽ മിക്സിംഗ് നല്ലൊരു എഞ്ചിനീയർ ആണെങ്കിൽ ആൾക്ക് പ്രത്യേകിച്ച് ഒന്നും പണിയില്ല, ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യുമ്പോൾ തന്നെ നല്ല സൗണ്ടിങ് കിട്ടും. അതൊരു മേഖലയാണ് ലൈവ് സൗണ്ടിൽ. ഓക്കെ, പിന്നെ നമുക്കുണ്ട്
നമുക്ക് പിന്നെയും ഒരുപാട് മേഖലകൾ ഇതിലുണ്ട്, ടെക്നീഷ്യൻ തൊട്ട്. അപ്പൊ നമ്മൾ എയിം ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾക്ക് ഇതിൽ പാഷൻ ഉണ്ടോ? നിങ്ങൾ മനസ്സിലാക്കേണ്ട, ചിന്തിക്കേണ്ട എന്താണ്? നിങ്ങൾക്ക് ലൈവ് സൗണ്ട് കാണുമ്പോൾ നിങ്ങളെ ഹാർട്ട് ഇടിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇതിലൊന്ന് വന്നാൽ കൊള്ളാം, അല്ലെങ്കിൽ ഒരു ഡ്രം വായിക്കുമ്പോൾ ആ ഡ്രമ്മിന്റെ ഒരു പാർട്ട് ആവാൻ പറ്റിയിരുന്നെങ്കിൽ, ഒരു മൈക്ക് പ്ലേസ് ചെയ്യാൻ, ഒന്ന് വയർ ചെയ്യാൻ, അല്ലെങ്കിൽ മിക്സറിൽ ഒന്ന് ടച്ച് ചെയ്ത് നിൽക്കാൻ, അങ്ങനത്തെ ഒരാളാണെങ്കിൽ ലൈവ് സൗണ്ട് ഈസ് ഫോർ യു. നിങ്ങൾ അതിൽ ഹാങ് ഓൺ ചെയ്യും. ഓക്കെ, 100 രൂപ വരുമാനത്തിൽ നിന്ന് എന്താ പറയുക 1,00,000 രൂപ മാസ വരുമാനത്തേക്ക് എത്തും. അതിന് നിങ്ങൾക്ക് എന്താ വേണ്ടത്? പാഷൻ വേണം. ഓക്കെ, ഐ എം ഗോയിങ് ഓൺ. അനലോഗ് കൺസോൾസ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ പറയാണ് കേട്ടോ, ജസ്റ്റ് പറയുന്നത് മാത്രമാണ്. അനലോഗ് കൺസോൾ ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, കോറാണ്. അനലോഗ് കൺസോളിലാണ് നമ്മൾ എല്ലാവരും വർക്ക് ചെയ്ത്, വളരെ കുറച്ചുപേര് ഡിജിറ്റൽ കൺസോൾ വർക്ക് ചെയ്ത് പഠിക്കുന്നുണ്ട്. ബട്ട് അനലോഗ് കൺസോളിന്റെ ബേസിക്സ് തന്നെയാണ് ഡിജിറ്റലും. അപ്പൊ അനലോഗ് കൺസോളിന്റെ ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ചാനൽ ഉണ്ട്, പക്ഷേ ഈ ഒറ്റ ചാനലിന്റെ കോപ്പീസ് ആണ് എല്ലാ ചാനലും. മാസ്റ്റർ സെഷൻ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ കൂടി. അപ്പൊ ഇതിനൊരു മെത്തേഡ് ഉണ്ട് ഇത് പഠിക്കാനും ചെയ്യാനായിട്ട്. വെറുതെ അവിടെ ഇവിടെ തിരിച്ചു കഴിഞ്ഞാൽ സൗണ്ട് ആവില്ല. അല്ലെങ്കിൽ ഒരു ഭംഗിയിൽ പോകുന്ന ഒരു ഷോ കൊളാക്കാൻ ആവശ്യമില്ലാതെ തിരിക്കുന്ന എഞ്ചിനീയേഴ്സിന് പറ്റും. അപ്പൊ ഒരു ഷോ നന്നായിട്ട് പോകണമെങ്കിൽ ടച്ച് ചെയ്യാതെ കൈ മടക്കി നിൽക്കുന്ന ആളാണ് നല്ലൊരു എഞ്ചിനീയർ എന്ന് ഞാൻ പറയും. അപ്പൊ ജസ്റ്റ് ആ പിക്ചേഴ്സ് കാണിക്കുകയാണ്. ഡിജിറ്റൽ കൺസോൾസ്, ഇതൊരു പഴയ കൺസോൾ ആണ്. ഇതിന്റെ പ്രത്യേകത എന്താ? ഇവിടെ നോക്കൂ നിങ്ങൾ, ഈ ഒറ്റ ചാനലിന്റെ കോപ്പീസ് ആണ് എല്ലാം. ഇവിടെ അങ്ങനെയല്ല. ഈ ഒറ്റ നോബ്, ഇപ്പൊ ഞാൻ എന്റെ മൗസ് പോകുന്ന ഈ ഒരു നോബിന്റെ ഫംഗ്ഷൻ അറ്റ് എ ടൈം ഗെയിൻ ആവാം, പാനിങ് ആവാം, ഓക്സെന്റുകൾ ആവാം. ഒന്നും അറിയാത്തവരോട് ഞാൻ പറയാം, നിങ്ങൾക്ക് ഇപ്പോൾ വീട്ടിൽ പോകാൻ ഈ ബട്ടൺ ഉപയോഗിക്കാം, കടയിൽ പോകാൻ ഈ ബട്ടൺ ഉപയോഗിക്കാം, ചായ കുടിക്കാൻ പോയി ഈ ബട്ടൺ ഉപയോഗിക്കാം. ഈ ബട്ടൺ ഒരുപാട് മൾട്ടി ഫംഗ്ഷൻസ് എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ കൺസോൾ വർക്ക് ചെയ്യുമ്പോൾ ഒന്ന് ഇരുത്തം വേണം. ടെൻഷനോ അല്ലെങ്കിൽ തിരക്ക് പിടിച്ച് ചെയ്യുകയാണെങ്കിൽ പണി പാടും. ഓക്കെ, ഇതൊരു ജസ്റ്റ് എക്സാമ്പിൾ കാണിക്കുന്ന ലൈനറി സിസ്റ്റം. നമ്മൾ ലൈവ് സൗണ്ടിൽ ലൈനറി എന്ന് പറയുമ്പോൾ നോക്കൂ, ഒരുപാട് സ്പീക്കർ ഉണ്ട്. പക്ഷേ ഈ സ്പീക്കറുകളൊക്കെ പോകുന്നത് ദൂരേക്കാണ്. ഈ ഏറ്റവും മുകളിൽ സ്പീക്കർ പോകുന്നത് ഒരുപാട് ദൂരെയുള്ള ഓഡിയൻസിലേക്കാണ്. താഴെ കണ്ടാവും VIP സെഷൻ, ചെറിയ ഈ സെയിം കാറ്റഗറിയാണ് JBLന്റെ ലൈനറുടെ, അതിന്റെ മിനിയാണ് ഈ കിടക്കുന്നത്, താഴെ കിടക്കുന്നത്. അപ്പോൾ ഈ താഴെയുള്ള ആൾക്കാർക്ക് സെയിം സൗണ്ട് പ്രൊവൈഡ് ചെയ്യാൻ ചെറിയ ലൈനർ മതി. മനസ്സിലായോ? അത്ര വോളിയം മതി. ഇതിനെയാണ് ഗെയിം ഷെയ്ഡിംഗ് എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, ഇതാണ് ഒരു അഡ്വാൻറ്റേജ് ടെക്നോളജി. ഇപ്പൊ മാറി കുറച്ചുകൂടി, ഞാൻ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രം. ഇതാണ് നമ്മൾ സാധാരണ ഗ്രൗണ്ട് സ്റ്റാക്ക്, നമ്മൾ സാധാരണ കാണുന്ന ഒരു സ്റ്റാക്ക് സ്പീക്കേഴ്സ്. ഇത് നമ്മൾ ഗ്രൗണ്ട് സ്റ്റാക്ക് എന്ന് പറയും. ഓക്കെ, ലൈറ്റ് ആൻഡ് ഡിസൈനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവരാണ് നമ്മുടെ നാട്ടിലെ ലോക്കൽ ഹീറോസ്. DMX, പിന്നെ നമ്മുടെ മിനിപ്പേൾ. മിനിപ്പേൾ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ചൈനയാണ്. ഇങ്ങനത്തെ ബ്രാൻഡോ അല്ലെങ്കിൽ അംഗീകരിച്ച ബ്രാൻഡുകളൊന്നും അല്ല. പക്ഷെ ഈ മിനിപ്പേൾ ഉപയോഗിച്ചുകൊണ്ടുണ്ടല്ലോ വലിയ പ്രൊഫഷണൽ കൺസോളുകൾ യൂസ് ചെയ്തിട്ട് പറ്റാത്ത റിസൾട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ലൈറ്റ് ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോ ഒരു ക്രിസ്മസിന് ഒരു ലൈറ്റ് പോലും വെക്കാത്ത ഒരാളാണെങ്കിൽ ഈ ഫീൽഡിലേക്ക് വരരുത്. അല്ലെങ്കിൽ ലൈറ്റ് കാണുമ്പേ, അല്ലെങ്കിൽ സ്റ്റാർ കാണുമ്പേ, നമ്മളൊരു ഒരു സ്റ്റേജിൽ പോയിട്ട് ലൈറ്റ് കുറെ ആൾക്കാർ കാണിക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടു. അത് എന്താ പറയാ, നമ്മൾ പറയേ ഇൻഫ്രാക്ച്വേഷൻസ് ആണ്. നമുക്കൊരു ശരിയായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കില്ല. ജസ്റ്റ് വെയിറ്റ്. നിങ്ങൾ ലൈറ്റ് കാണുമ്പോൾ നിങ്ങൾ എക്സൈറ്റഡ് ആവും. സൗണ്ട് പോലെ തന്നെ ലൈറ്റ് കാണുമ്പോൾ എക്സൈറ്റഡ് ആവുന്നു. സ്റ്റേജിൽ വാവ് അതെങ്ങനെ ചെയ്യുന്നു. പിന്നെ നിങ്ങൾ ക്രിസ്മസ് ആകുമ്പോൾ വീട്ടിൽ അലങ്കരിക്കുക. എൻ്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ബാച്ചിൽ, ഡിപ്ലോമ, അൻഷാദ് എന്ന പേര് പറയാൻ കാരണം എന്താ വെച്ചാൽ, അവൻ നിർത്തി പോകാൻ പോയത്. ഒരു മാസം കഴിഞ്ഞപ്പോൾ അവൻ ഇംഗ്ലീഷ് അറിയുന്നില്ല, പ്രസന്റേഷൻ ചെയ്യാൻ പറ്റില്ല, ഒന്നും മനസ്സിലാവില്ല, കരച്ചില് പിടിച്ചില്ല. ഞാൻ പറഞ്ഞു, നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, നീ ഇംഗ്ലീഷ് സംസാരിക്കണ്ട, പ്രസന്റേഷൻ ചെയ്യണ്ട, എക്സ്ക്യൂസ് തരാം നിനക്ക്, നീ ലാസ്റ്റ് ആകുമ്പോഴേക്കും ഇത് തന്നെ പറയുന്നത് വെച്ചാൽ നീ പൊക്കോ. പക്ഷെ ഒരു 2 മാസത്തിൽ ആള് പിക്കപ്പ് ആയി. ഇപ്പോൾ ടോട്ടൽ പ്രൊഡക്ഷനിലെ വൺ ഓഫ് ദ മെയിൻ എഞ്ചിനീയർ ആണ്. ഓക്കെ, ജസ്റ്റ് കഴിഞ്ഞ ബാച്ചിൽ കഴിഞ്ഞുള്ളൂ. ടോട്ടൽ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇളയരാജ പോലെ ഷോസ് ചെയ്യുന്ന വലിയ കമ്പനിയാണ്. അപ്പൊ അവൻ ഇവിടെ എത്തിയത് അവന്റെ വീട്ടിൽ നിന്ന് പറയും, എന്റെ മോൻ എന്താ പറയാ ക്രിസ്മസിന് ഡെക്കറേറ്റ് ചെയ്യുന്ന കണ്ടിട്ടാണ് അവര് പറഞ്ഞത് നീ ഈ പ്രൊഫഷനിൽ പൊക്കോളാം. ഫാമിലി കൊണ്ടാക്കിയത് ഭയങ്കര നാണം കുടുങ്ങിയാണ്. എന്റെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നമുക്ക് എന്താ പറയാ, വീട്ടുകാരുടെ ഡിസിഷനോ നിങ്ങളുടെ ഡിസിഷനോ ഒന്നല്ല. നിങ്ങൾക്ക് പാഷൻ വേണം, എന്നാൽ മാത്രമേ ഫീൽഡിലേക്ക് വരാൻ പറ്റുള്ളൂ. ടെക്നീഷ്യൻ ആണെങ്കിൽ നിസ്സാര പണിയാണോ? ഒരു ടെക്നീഷ്യന്റെ ജോലി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരു കേബിൾ എടുക്കുന്നത് പ്രോപ്പർ അല്ല, അല്ലെങ്കിൽ ടൈമിൽ കേബിൾ കൊണ്ടുവന്നില്ല, ഇറർ ചെക്ക് ചെയ്തില്ല, കേബിളിന്റെ ക്ലീൻ ആക്കിയില്ല, ആ കമ്പനിക്ക് മൊത്തം അത് ചീത്തപ്പേരാണ്. മനസ്സിലായോ? അപ്പൊ ടെക്നീഷ്യൻസ് എഫിഷ്യന്റ് ആവണമെങ്കിൽ ആ ഷോ നടക്കാനുള്ള കോർ ആൾക്കാരാണ് ടെക്നീഷ്യൻ. ചുരുക്കി പറഞ്ഞ ടെക്നീഷ്യൻ ആണ് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആണ്. പക്ഷെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് തന്നെ എക്സ്പെർട്ട് ആയിട്ടുള്ള ചീഫ് ടെക്നീഷ്യൻസ് ഉണ്ട്. കാരണം അവരായിരിക്കും ഒരു എഞ്ചിനീയർ ട്രസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ ഏൽപ്പിക്കുക. ഓക്കെ, ജസ്റ്റ് പറയുന്നത് മാത്രം. പക്ഷേ ഈ DMX 512 എന്ന് പറഞ്ഞ ഈ കൺട്രോൾ ഉണ്ടല്ലോ, ഇവനെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഷാർപ്പി എന്നൊക്കെ പറഞ്ഞൊരു മൂവി ഹെഡ്, 2 മൂവി ഹെഡ് ഒക്കെ ഓടിക്കാം. ആര് ചെയ്യുന്നത്? പക്ഷെ ഇത് നമുക്ക് പഠിക്കണം അതിന് വേണ്ടിയിട്ട്. അതുപോലെ മിനിപ്പേൾ നമ്മൾ പഠിച്ചുകൊണ്ട് മാത്രമല്ല, ക്രിയേറ്റിവിറ്റി വേണം. എങ്ങനെ ലൈറ്റ് എങ്ങനെ വരണം, ടൈമിങ് അത് ഉണ്ടാവണം. ഓക്കെ, ഇതാണ് നമ്മുടെ ടൈഗർ ടച്ച്. നമ്മുടെ അക്കാഡമിയിലുണ്ട്, ഇപ്പൊ മേടിച്ചു. ഈ ടൈഗർ ടച്ച് പ്രൊഫഷണൽ ലെവൽ കൺസോൾ ആണ്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പ്രൊഫഷണൽ ഷോസ് നമുക്ക് ഇതിൽ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് കുറച്ച് കാര്യങ്ങളാണ്. ലൈറ്റ്സിന്റെ സാമ്പിൾസ് കാണിച്ചത് മാത്രം കേട്ടോ. ഫ്രസ്നൽ, പിന്നെ സ്പോട്ട് ലൈറ്റ്സ് ഉണ്ട് ഇതിൽ നമുക്ക്. പിന്നെ പാറ് ഇപ്പൊ ഒരുപാട് പാറില്ല കേട്ടോ.
മൂവി ഹെഡ് ആണ്. മൂവി ഹെഡിന്റെ തന്നെ കണ്ടോ പല വിധങ്ങളാണ്. മൂവി ഹെഡിന്റെ പല ടൈപ്പ് ഓഫ് മൂവി ഹെഡ്സ് ഉണ്ട്. ഇത് ഷൂട്ടിങ്ങിന് യൂസ് ചെയ്യുന്ന ലൈറ്റ്സ് ആണ്. ഓക്കെ, സ്പോട്ട് ലൈറ്റ്സും മറ്റും ജസ്റ്റ് ഒന്ന് സാമ്പിളിന് വേണ്ടി എടുത്തു വെച്ചൊന്ന് മാത്രം. ഈ ഒരു ടൈപ്സ് ആണ് നമ്മൾ പ്രൊഫഷണൽ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് കേട്ടോ ഇതിൽ ആഡ് ചെയ്യാൻ. ഇവരൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന DMX എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ ആണ് കേട്ടോ. നിങ്ങൾ അറിയാൻ വേണ്ടി പറയാണ്. DMX എന്ന പ്രോട്ടോകോൾ ഒറ്റ വയർ, XLR അല്ല, ശരിക്കും DMX വയർ തന്നെ വേണം. XLR കൂടി പൊക്കോളും. ഈ ഒറ്റ വയറിൽ നമ്മൾ ഒരുപാട് ലൈറ്റുകൾ കണക്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഇത് ഈസി ആവുന്നത് കമ്പയർ ടു സൗണ്ടിൽ. ഇപ്പോൾ അങ്ങനെ തന്നെ ആയി തുടങ്ങി ഡിജിറ്റലൈസേഷനോട് കൂടിയിട്ട്. ഓക്കെ, അപ്പൊ ഇത് ഒരു ടോട്ടൽ തിങ് വരുമ്പോൾ, ലൈറ്റ് അപ്പ് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് ഇതുപോലെ ഒരു ഇമേജുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. 3D ഇമേജ് ക്രിയേറ്റ് ചെയ്യണം. ലൈറ്റ് പ്രോപ്പർ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആലോചിക്കുക, നിങ്ങളൊരു പ്രസംഗത്തിനൊക്കെ ഇരിക്കുകയാണ്, പ്രസംഗം കാണാം, അല്ലെങ്കിൽ ചെറിയ പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ, മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ 2D ലൈറ്റിംഗ് ആണ്, അവരെ ഫ്രണ്ട് മാത്രം കാണും. ഇതൊരു 3D ലൈറ്റിംഗ് ആണ്, കാരണം ചുറ്റുപാടുമാണ് നമ്മൾ ലൈറ്റ് അപ്പ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഫോർ സം എക്സാമ്പിൾസ്. LED വാൾ, LED വാളിന്റെ ജസ്റ്റ് അറിയാത്തവരോട് പറയുന്നുണ്ടോ, LED വാളിൽ ഐ എം നോട്ട് എൻ എക്സ്പെർട്ട്, പക്ഷെ LED വാളിന്റെ മാജിക് ആണ് ഈ കാണുന്നത്. ഒരു സ്റ്റേജ് LED വാൾ ഇല്ലെങ്കിൽ ആലോചിക്കുക എത്ര പ്ലെയിൻ ആയിരിക്കും എന്നുള്ളത്. അപ്പൊ അതിന്റെ ഇപ്പം ഒരു കോൺഫിഗറേഷൻസ് ഉണ്ട്. LED വാളിന്റെ സ്ക്രീൻ സൈസ് ഉണ്ട്, അതിനനുസരിച്ച് സ്റ്റേജ് ഡിസൈൻ ചെയ്യണം. പിന്നെ ആ സ്റ്റേജ് ഡിസൈനിൽ സ്പേസ് വേണം അവർക്ക്. ഇതനുസരിച്ചാണ് ലൈറ്റ് അപ്പും ചെയ്യുക. ഇത് രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്യും. അപ്പൊ ബാൻഡുകളിലൊക്കെ പോവാണെങ്കിൽ ഇപ്പം സിത്താര ചേച്ചി അവരൊക്കെ ബാൻഡ്, അല്ലെങ്കിൽ ഇപ്പം തൈക്കുളം, ബിഡ്ജോ, മസാല കോഫി, എല്ലാവരും പ്രൊഫഷണൽ ബാൻഡുകളൊക്കെ ഇതിനൊക്കെ സെപ്പറേറ്റ് എഞ്ചിനീയേഴ്സ്, ഡിസൈനേഴ്സ് ഉണ്ട്. കാരണം അത് ഒരുമിച്ച് വർക്ക് ചെയ്യും. ലൈറ്റ് ഡിസൈനർ ഒരുമിച്ച് വർക്ക് ചെയ്യും, LED വാൾ അവർ രണ്ടുപേരാണ് കട്ടയ്ക്ക് വർക്ക് ചെയ്യുക. സൗണ്ടിന്റെ ആൾക്ക് പിന്നെ ഒരുമിച്ച് വർക്ക് ചെയ്യണമെന്നില്ല, ആൾ എപ്പോഴും അവരെ കെയർ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഓക്കെ, ഈ ലൈറ്റ് ഡിസൈനറും LED വാളും ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താ, മാജിക്. ഓക്കെ, യെസ്. അപ്പൊ ഇതൊരു കരിയറാണെന്ന് പറയാണ്. ഇതിന്റെ ജസ്റ്റ് ഒരു സാമ്പിൾ ആണ്. ഓക്കെ, LED വാളിന്റെ കൺട്രോളർ ആണ് ഇത്. ഇത് വെച്ചാണ് നമുക്ക് സ്വിച്ചിങ് കാര്യങ്ങൾ, LED വാൾ പ്രൊജക്ഷൻ ഒക്കെ ചെയ്യുന്നത്. ഇവന്റുകളാണ്. ഞാൻ കുറച്ച് സ്പീഡിൽ പോവാട്ടോ, കഴിയാറായി, പേടിക്കണ്ട. അപ്പൊ നമുക്ക് ഇവന്റുകളിലാണ് ആക്ച്വലി നമ്മളുടെ എന്താ പറയുക കഞ്ഞിക്കുടി എന്ന് പറയാലോ. കാരണം എല്ലാം ഇവന്റ്സ് ആണ്. ഇവന്റ് അല്ലാത്ത ഒന്നുമില്ല. അപ്പൊ ഒരു ചെറിയ മീറ്റിംഗ് ആണെങ്കിൽ അതിനൊരു ഇവന്റിന്റെ പരിധിപ്പെടാം. പക്ഷെ പ്രൊഫഷണൽ ഇവന്റ് എന്ന് പറയുമ്പോൾ വെൽ ഓർഗനൈസ്ഡ് ആയിരിക്കും. വെൽ ഓർഗനൈസ്ഡ് എന്ന് വെച്ചാൽ ഒന്നും അറിവില്ലാത്ത ഒരാൾക്ക് പ്രവേശനം പോലും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഒരു കമ്പനി നിങ്ങൾ എടുക്കാൻ പോകുന്നില്ല, ഒരു കമ്പനി നിങ്ങൾ ഹയർ ചെയ്യാൻ പോകുന്നില്ല, നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ. അറിവുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വഭാവം നല്ലതല്ലെങ്കിൽ ഒരു കമ്പനി ഹയർ ചെയ്യില്ല. കള്ളു കുടിച്ച് അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് വരാത്ത ഒരാളായിരിക്കും വേണ്ട. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പഴയ കാലമല്ല ഇത്. ഇതൊരു പ്രൊഫഷണൽ യുഗമാണ്. പ്രൊഫഷണൽ എന്ന് പറയുന്നത് ജോലിക്ക് സമയത്ത് വരിക, ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ ചെയ്യുക, ക്വാളിഫൈഡ് ആയിരിക്കുക. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഡിജിക്കോൾ ട്രെയിനിങ് പോയപ്പോൾ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടു. അവർ പറഞ്ഞത് സർട്ടിഫിക്കറ്റിന് വഴിയുണ്ടോ, കാരണം ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് വേണം. സൗദി പോലെ സ്ഥലങ്ങളിലൊക്കെ സാലറിക്ക് വരെ ഇപ്പൊ ഡിപ്ലോമ ഹോൾഡേഴ്സിനാണ് സാലറി കൊടുക്കാൻ പാടുള്ളൂ, മറ്റുള്ളവർക്ക് ഡൗൺ സ്കെയിലായി. അപ്പൊ ഒന്ന് ആലോചിക്കുക, കാലത്തിന്റെ പോക്കെന്ന് പറഞ്ഞാൽ പുറത്തിപ്പോ ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന്, അറിയാലോ. പ്രത്യേകിച്ച് ഈ മേഖലകളിൽ എല്ലാവരും ഡൗൺ സ്കെയിലായി. കാരണം എന്താ, ക്വാളിഫിക്കേഷൻ വേണം. ഇപ്പൊ വിസ കിട്ടണമെങ്കിലും അങ്ങനെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പ്രൊഫഷണൽ ഇവന്റുകൾ അല്ലെങ്കിൽ പ്രൊഫഷണൽ പ്രോഗ്രാംസ് എല്ലാം നമുക്ക് ക്വാളിഫിക്കേഷൻ മസ്റ്റ് ആണ്. ഓക്കെ, ഇതൊക്കെ ഇവന്റിന്റെ പരിധി പെടുന്നതാണ്. ഇനി ജസ്റ്റ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ ഹാൻഡ് റൈസ് ചെയ്യാം. നിങ്ങൾക്ക് റിയാക്ഷൻസിൽ ഹാൻഡ് റൈസ് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം. അത് കഴിയുമ്പോൾ സുനിൽ ചേട്ടന്റെ സെഷനാണ് ഉണ്ടാവുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റൈസ് യുവർ ഹാൻഡ്, അല്ലെങ്കിൽ മെസ്സേജസ് ടൈപ്പ് ചെയ്ത് ചോദിച്ചാലും മതി കേട്ടോ. മെസ്സേജസ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോവാം. ഓക്കെ, അപ്പൊ കരിയർ എന്ന് പറയുമ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമ്മൾ സിസ്റ്റം ഡിസൈനിനെ കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കുക കേട്ടോ സുനിൽ ചേട്ടാ. ലൈവ് സൗണ്ടിൽ കരിയറിനെ ഞാൻ പറഞ്ഞു. ലൈറ്റിംഗ് ഡിസൈനിങ്ങിൽ ഇതുപോലെ തന്നെ ടെക്നീഷ്യൻസ് തൊട്ട് എഞ്ചിനീയർ, ചീഫ് എഞ്ചിനീയർ അല്ലെ. പിന്നെ ഇതിനെ കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്യണല്ലോ, സ്റ്റോക്ക് ചെയ്യാം. ഓക്കെ, LED വാൾ അതുപോലെ തന്നെയാണ്, സെയിം കാറ്റഗറിയാണ്. LED വാളാണെങ്കിൽ ടെക്നീഷ്യൻസ് ആണ് ഇതിന്റെ കണക്ഷൻസ് കാര്യങ്ങൾ കൊടുക്കുക. പിന്നെ LED വാളിന്റെ ഡിസൈനർ ഉണ്ടാവും. ഡിസൈനറാണ് ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, ഇവന്റുകളിലാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ 3 പേർക്ക് നമുക്ക് ഇവന്റിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതർ ജോബ്സ് എന്ന് പറയും മാർക്കറ്റിംഗ് ആണ്. ഓക്കെ, സുമിത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്തോളൂ, ഞാൻ ആൻസർ തരാം കേട്ടോ. സുമിത്ത് ടൈപ്പ് ചെയ്തിട്ടാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ ഒന്ന് ലുക്ക് ഫോർവേഡ് എന്ന് വെച്ചാൽ നിങ്ങൾ എന്തിനാണ് നോക്കിക്കാണേണ്ടത്? ഒരു ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു ഇൻകം വേണം നിങ്ങൾക്ക് ഈ ഫീൽഡിൽ, അല്ലെ? നിങ്ങൾ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങി തിരിച്ചു ചെല്ലുമ്പോൾ അച്ഛൻ്റെ വെച്ചാൽ ചായക്കാശ് ചോദിക്കുന്ന ഒരു സിറ്റുവേഷൻ വരരുത്. അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് നോട്ട് ഫോർ യു. ഈ പ്രൊഫഷൻ എന്ന് പറയുകയാണെങ്കിൽ ഒരു സാധനത്തിനെ വിളിക്കണമെങ്കിൽ അത് നിങ്ങളെ പോറ്റണം. നിങ്ങൾ അതിനോട് ഡെഡിക്കേഷൻ കാണിക്കണം. അല്ലാണ്ട് വെറുതെ ഒരു ആത്മാർത്ഥ ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ പ്രൊഫഷണലി ആത്മാർത്ഥത്തോടെ വർക്ക് ചെയ്യുന്ന ആളുകളെ എല്ലാവർക്കും ആവശ്യമുണ്ട്. മനസ്സിലായോ? ബിലീവ് മീ. അപ്പൊ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഇൻകം ഇതിൽ നിന്ന് ഉണ്ടാവണം എങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യണം. ഓക്കെ, പാഷൻ വേഴ്സ് പ്രൊഫഷൻ എന്ന് പറഞ്ഞത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്.
ഇപ്പം പാഷൻ എന്ന് പറയുന്നത്, 1 സെക്കൻഡ്, ഓക്കെ, പാഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമാണ്. എനിക്ക് ഗിറ്റാർ വായിക്കാൻ പാഷനറ്റ് ആണ്. ഞാൻ പ്രൊഫഷൻ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഞാൻ പട്ടിണിയാണ്, കാരണം എനിക്ക് ഗിറ്റാർ സെറ്റ് ആരും ഹയർ ചെയ്യില്ല. എന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മിക്സിംഗ് ഇഷ്ടമാണ്, നിങ്ങളെ മിക്സിംഗ് ആർക്കും ഇഷ്ടമില്ല, അപ്പൊ നിങ്ങൾ ആരും വിളിക്കൂല, നിങ്ങൾ ഏതെങ്കിലും കമ്പനി പോയി ജോയിൻ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ സിസ്റ്റം ഡിസൈനിങ് നിങ്ങൾക്ക് ഇഷ്ടമാണ്, നിങ്ങൾ ചെയ്ത സിസ്റ്റം ഒക്കെ ഫെയിലിയർ ആണ്, ഫൈൻഡ് സം അതർ തിങ്. അതായത് നമുക്ക് അട്ടർ ഫെയിലിയർ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് നമുക്ക് ശരിയാവാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ യു ഷുഡ് ടേക്ക് കെയർ ഓഫ് യുവർ പ്രൊഫഷൻ ഫസ്റ്റ്. ഒരു ടെക്നീഷ്യൻ ആയിട്ട് ജോയിൻ ചെയ്ത് സ്ലോലി നമ്മൾ സ്റ്റഡി ചെയ്യണം. ജസ്റ്റ് അഡ്വൈസ്. ഓക്കെ, സോഷ്യൽ ഇഷ്യൂസ് നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് വളരെ കുറഞ്ഞു കേട്ടോ. പണ്ട് സൗണ്ട് ലൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പൂരപ്പറമ്പിൽ പെട്ടി ചുമന്ന് നടക്കുക, അല്ലെ കള്ളി കൊണ്ടെടുക്കുക, ആ പരിപാടി അതല്ല. ഇപ്പോൾ സൗണ്ട് കമ്പനീസ് തന്നെ പ്രൊഫഷണലായി. അവർക്ക് ബൂട്ട്സ് വേണം, അല്ലെ, പ്രോപ്പർ ജീൻസ്, പ്രോപ്പർ യൂണിഫോം, കറക്റ്റ് ഫുഡ്, അല്ലെ, സ്ലീപ്പ്, അത്യാവശ്യം നല്ല പണി, നല്ല സ്റ്റാൻഡേർഡ് ഷോസും. അത് നമ്മുടെ കേരളത്തിൽ ഈ സോഷ്യൽ സ്റ്റിഗ്മ അവിടെ മാറിയിട്ടുണ്ട്. എല്ലാവർക്കും സൗണ്ട് ലൈറ്റ് എന്ന് പറഞ്ഞ പ്രൊഫഷനെ കുറിച്ച് നൗ ഇറ്റ്സ് റെസ്പെക്ട്ഫുൾ, അല്ലെ? അത് നിങ്ങൾക്കറിയാം. അഡിക്ഷൻ, ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ജസ്റ്റ് ഫോർ അഡ്വൈസ്, നമുക്ക് സ്മോക്കിംഗ്, ആൽക്കഹോൾ, എന്താ പറയുക, ഡ്രഗ്സ്, ഈ 3 സാധനങ്ങൾ നമ്മുടെ ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഈ സാധനം നിങ്ങൾ നശിപ്പിച്ചു കളയും. ഈ പ്രൊഫഷനിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ 3 കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കണം. ഞാൻ കണ്ടിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ വലിയ എഞ്ചിനീയേഴ്സ്, പേര് പറയാൻ പാടില്ല, നമ്മൾ ടൂർ പറയുമ്പോൾ DMX കേബിൾ എന്ന് പറഞ്ഞാൽ, സുമിത് ചോദിച്ചിട്ട് DMX കേബിൾ എന്ന് പറഞ്ഞാൽ XLR കേബിൾ പോലെ തന്നെയാണ്, അതിലൊരു DMX സിഗ്നൽ പാസ് ചെയ്യും, അത്രയേ ഉള്ളൂ കേട്ടോ. അതിന് വേണ്ടിയായിരിക്കും അതിന്റെ ഡിസൈൻ. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഈ ഒരു അഡിക്ഷൻ, ഞാൻ നല്ല എഞ്ചിനീയേഴ്സ് ഒക്കെ ഷോ കഴിഞ്ഞതിന് ശേഷം അവരെ ഇന്റർവെൽ ടൈമിലൊക്കെ അവർ ചില്ല് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ബിയറൊക്കെ അടിച്ചു. പക്ഷേ ഷോയുടെ സമയത്ത് ക്ലീൻ ആണ്. മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഡൂയിങ് ഇറ്റ്. ഇവൻ ടെക്നീഷ്യൻ ആണെങ്കിലും ആരും ആയിക്കോട്ടെ, നോ ആൽക്കഹോൾ, നോ ഡ്രഗ്സ്. സ്മോക്കിംഗ് ആക്ച്വലി ഇറ്റ് ഹാപ്പൻസ്, നോ പ്രോബ്ലം, അതായത് ഫീൽഡിൽ കുഴപ്പമില്ല, പക്ഷേ ഇറ്റ് കിൽസ് യു. പ്ലാനിങ്, നമുക്കൊരു പ്ലാനിങ് വേണ്ട. നിങ്ങളിപ്പോൾ ഒരു പ്രൊഫഷണൽ ആവണമെങ്കിൽ, ഇപ്പൊ പലരും പറഞ്ഞു കേട്ട് നമുക്ക് കേരളത്തിൽ നിന്നിട്ട് കാര്യമില്ല, കേരളത്തിൽ എത്ര നല്ല കമ്പനികൾ, എത്ര നല്ല ഷോപ്സ് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് കറക്റ്റ് പ്ലാനിങ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷൻ വിജയിക്കും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞ എന്താ, നമുക്ക് ഈ ഫീൽഡിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. സൗണ്ട് എന്താണ്, ലൈറ്റ് എന്താണ്, ഈ ഫീൽഡിൽ പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ്, കരിയർ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്തു, അല്ലെ? അപ്പൊ ഇനി നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷനാണ്. ഞാൻ അധികം സമയം കളയാനില്ല. സുനിൽ ചേട്ടന്റെ സെഷനാണ്. സുനിൽ ദാസ് നമ്മളൊപ്പം ഉണ്ട്. അദ്ദേഹം പറയുകയാണെങ്കിൽ എന്താ പറയാ, എനിക്ക് വർഷങ്ങൾ അറിയില്ല, കാരണം ഞാനൊക്കെ ചെറുപ്പത്തിലെ കാണുമ്പോൾ തൊട്ട് നമ്മൾ റെസ്പെക്റ്റിൽ നോക്കിയാണ് ആൾക്കാരാണ്. ഇവൻ നമുക്കറിയാം പാൽക്കോ പ്ലസ് എന്ന് പറഞ്ഞ സിസ്റ്റം മൊണ്ടാബോ ഒക്കെ കൊണ്ടുവന്ന സമയം. അപ്പൊ ഞാനൊക്കെ ആദ്യമായിട്ട് മിക്സ് ചെയ്യണത് എറണാകുളത്ത്, നമ്മുടെ പേര് പറഞ്ഞു, അവിടെ ടെക് ഫെസ്റ്റിവൽ ഉണ്ട്, അവിടെയാണ് ഈ സാധനം കിട്ടുന്നത്, പാൽക്കോ പ്ലസ്. ഞെട്ടിപ്പോയി എന്റെ സൗണ്ട് ഒക്കെ. സുനിൽ ചേട്ടൻ അറിയില്ല എപ്പോഴും. സുനിൽ ചേട്ടൻ അതിന്റെ സിസ്റ്റം ഡിസൈനിങ്. അപ്പൊ എപ്പോഴും നമ്മൾ അമേസിങ്, ഞെട്ടിച്ചിട്ടുണ്ട് പലപ്പോഴും. പക്ഷെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയർ എന്നും കൂടി ഞാൻ പറയും, കാരണം ഒരുപാട് എന്താ പറയാ ഫെയിമുകളുടെ പുറകിൽ നിന്ന് അങ്ങനെ പോകാത്ത ആളാണ്. ആൾക്കാരുടെ ഒരു റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ വെരി വെൽ എക്സ്പ്ലെയിൻ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് എന്താണ് സിസ്റ്റം ഡിസൈനിങ് ഏറ്റവും നന്നായിട്ട് പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ടൈം കൺസ്ട്രെയിൻസ് ഉണ്ട്, അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. അതിന് മുമ്പ് ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിക്കാൻ പോവാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ സുനിൽ ചേട്ടൻ റെഡി ആയിക്കോ. സുനിൽ ചേട്ടന്റെ ക്ലാസ്സസ് ആണ്. ആ ചോദ്യത്തിന് ആദ്യം മെസ്സേജ് ടൈപ്പ് ചെയ്യുന്ന ആള് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ പോയിന്റ് കൗണ്ട് ചെയ്യും. ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്നവർക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആദ്യം ടൈപ്പ് ചെയ്യുന്ന ആൾക്കാർ കേട്ടോ, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് സൗണ്ട്. ആദ്യം മെസ്സേജ് ആരയക്കുന്നു അവരുടെ പേര് ഞാൻ പറയും. ഓക്കെ, ജെറിൻ ദാസ്. വേറെ ആരും മെസ്സേജ് അയക്കണ്ട. ജെറിൻ ദാസ് ഈസ് നോട്ടഡ്. ഡെസിബൽ. ഓക്കെ, DB പറയുന്നുണ്ട്, DB. ഓക്കെ, എന്തായാലും ജെറിൻ ദാസ് ആണ് നമ്മളുടെ എന്താ പറയാ ഇതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുള്ള ജെറിൻ ദാസ്. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ റെഡി ആയിരിക്കുക. അപ്പൊ സുനിൽ ചേട്ടൻ, ഐ വെൽക്കം യു വിത്ത് ഓൾ മൈ ഹാർട്ട്. കേൾക്കുന്നുണ്ടോ എല്ലാവർക്കും? ഓഡിബിൾ ആണ് സുനിൽ ചേട്ടാ. ഓഡിബിൾ ആണ്. സ്ക്രീൻ ഷെയറിംഗ് ഇപ്പൊ എനേബിൾ ചെയ്യും. ഓക്കെ, യെസ്. ഓക്കെ, എല്ലാവർക്കും എന്നെ കാണാമെന്ന് കരുതുന്നു. യെസ് യെസ് ചേട്ടാ. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് ലൈവ് സൗണ്ട് ഡിസൈനിങ് ആണ്. ഓക്കെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ നോർമലായിട്ട് അങ്ങ് പറഞ്ഞു പോവാം.
ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഉണ്ടാവുന്ന സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഫൈനലി പറയാം. ഇപ്പൊ ഫസ്റ്റില് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് സൗണ്ട് അഥവാ ലൈവ് സൗണ്ട് ഡിസൈനിങ്. ഓക്കെ, നമ്മളെപ്പോഴും സംസാരിക്കുന്നതാണ് ശബ്ദം, അത് ഇതാണ് നമുക്ക് ഇത്രയും പാഷനേറ്റഡ് ആണ് എന്നൊക്കെ നമ്മൾ സംസാരിക്കുമെങ്കിൽ എന്താണ് സൗണ്ടിങ് എന്നുള്ളത് ഒരു പരിധി വരെ, കാരണം എല്ലാവരും ടെക്നീഷ്യന്മാരാണ്, എല്ലാവർക്കും സൗണ്ട് ഇഷ്ടമാണ്, ഒക്കെയാണ്. പക്ഷേ എന്താണ് ശബ്ദം എന്നുള്ളത് നോർമലി ഇപ്പൊ ഒരു സൗണ്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വരുന്ന ഒരാളുകൾക്ക് പോലും നോർമലി വളരെ കുറവ് അറിവാണ് നിലവിലുള്ളത്. അത് ഇപ്പൊ ഒരു സൗണ്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞത് കൊണ്ട് ആരും വെൽ എക്സ്പീരിയൻസ്ഡ് ആവണം എന്നില്ല നോർമലി. പക്ഷെ അവര് എക്സ്പീരിയൻസ് ആവണത് അവരുടെ വർക്കിലൂടെയാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടൈം നോക്കാം ലൈവ് സൗണ്ട് ഡിസൈനിങ് എന്നാണ്. ഓക്കെ, ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ദ ഓഡിയോ ഇൻ ലൈവ് ഇവന്റ്സ്. ഇതാണ്, അതായത് ആർട്ടും വേണം സയൻസും വേണം, എന്നാൽ മാത്രമേ നമുക്കൊരു ഓഡിയോ എന്ന് പറയുന്ന സാധനം കറക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ലൈവ് സൗണ്ട് ഡിസൈൻ? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. ദ പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ ഓഫ് സൗണ്ട് സിസ്റ്റംസ് ഫോർ ലൈവ് ഇവന്റ്സ് ടു എൻഷുർ ക്ലിയർ ആൻഡ് ഹൈ ക്വാളിറ്റി ഓഡിയോ ഫോർ ദ ഓഡിയൻസ്. അതായത് വ്യക്തമാർന്ന ശബ്ദം ഓഡിയൻസിന് നൽകലാണ് ആക്ച്വലി ലൈവ് സൗണ്ട് ഡിസൈനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോർഷൻ പറഞ്ഞാൽ റോൾ ഓഫ് എ സൗണ്ട് ഡിസൈനർ. ഓക്കെ, സെറ്റപ്പ് ഓഡിയോ എക്യുപ്മെന്റ്, പ്ലാൻ സിഗ്നൽ റൂട്ടിംഗ്, apply EQ, compression, reverb, and monitor stage sound, conduct sound checks. Then key components, input stage, നമുക്ക് മിക്സിംഗ് കൺസോള്, സിഗ്നൽ പ്രോസസ്സിങ്, ഔട്ട്പുട്ട് റൂട്ടിങ് ആൻഡ് ഫീഡ്ബാക്ക് കൺട്രോൾ. ദെൻ അക്കോസ്റ്റിക് ഡിസൈൻ. ഇത് ഏറ്റവും എന്താ പറയാ വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ അറിയേണ്ട ഒരു സാധനമാണ് അക്കോസ്റ്റിക് ഡിസൈൻ എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ദ വെന്യൂ അക്കോസ്റ്റിക് നേച്ചർ. എന്താണ് നമ്മളുടെ വെന്യൂവിന്റെ ഒരു അക്കോസ്റ്റിക് നേച്ചർ എന്താണെന്ന് അറിയുക. കാരണം അവിടെ ഫിസിക്കൽ ബാരിയർ ഉണ്ടോ, അല്ലെങ്കിൽ സൗണ്ട് നമുക്ക് അബ്സോർബ് ചെയ്യാനുള്ള, അതായത് സൗണ്ട് പ്രൂഫ് ചെയ്ത സ്ഥലങ്ങളാണോ. ഇപ്പൊ രണ്ട് തരം സൗണ്ട് അക്കോസ്റ്റിക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോർമലി അക്കോസ്റ്റിക് ചെയ്യുന്നതുകൊണ്ട് സൗണ്ട് പ്രൂഫിംഗ് ഉണ്ട്. ഇത് രണ്ടും രണ്ട് തന്നെയാണ്. ഇപ്പോൾ സൗണ്ട് പ്രൂഫ് ചെയ്ത ഒരു ഹോളിൽ നിന്ന് ഒരു ശബ്ദം പോലും പുറത്തേക്ക് പോവില്ല. കൂടെ അതിന് അക്കോസ്റ്റിക് കൂടെ ഉണ്ടെങ്കിൽ നമുക്കത് കുറച്ചും കൂടെ നന്നായിരിക്കും. പിന്നെ നെക്സ്റ്റ് ആ അക്കോസ്റ്റിക് സൗണ്ട് ഏരിയയിൽ നമുക്ക് ഒരു ശബ്ദത്തിനെ എങ്ങനെ കറക്റ്റായിട്ട് ഡിസ്പ്ലേറ്റ് ചെയ്യാം, ഇതാണ്. അപ്പോൾ അതിനുള്ള ടൂൾസുകളുണ്ട്. ഈസി ഫോക്കസ് എന്ന് പറഞ്ഞിട്ട് ടൂൾസ് ഉണ്ട്. ഇപ്പോൾ പാൽകോ പ്ലസ് അല്ലെങ്കിൽ ഓഡിയോ ഫോക്കസ്, ദെൻ അങ്ങനത്തെ കുറെ കമ്പനികൾക്ക് ഈസി ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് അതിന്റെ ടൂൾ കൊടുക്കുന്നത്. ഇപ്പോൾ എലക്കോസ്റ്റിക് ആണെങ്കിൽ സൗണ്ട് വിഷൻ ആണ് സപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ മാപ്പ് 3D അത് മേയർ ആണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് സിമുലേറ്റ് അക്കോസ്റ്റിക് ആൻഡ് സ്പീക്കർ പ്ലേസ്മെന്റിന് നമുക്ക് കറക്റ്റ് ആയിട്ട് കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ വരുന്നതാണ് മോഡേൺ ടെക്നോളജീസ്. ഇപ്പോൾ ഡിജിറ്റൽ മിക്സിംഗ് കൺസോൾ, വയർലെസ് സിസ്റ്റം, RF-ന് ഇതിനകത്ത് ഏറ്റവും പ്രധാന ഘടകമാണ് നമ്മളുടെ ഒരു വെന്യൂവിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരു 10-30 മൈക്കുകൾ, ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആളുകൾ തന്നെ അതിനകത്തുണ്ട്. 10-30-40 വയർലെസ് മൈക്കുകൾ വെച്ച് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, RF ഇന്റർഫിയറൻസ് വരാതിരിക്കാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണത് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ഇതേപോലെ തന്നെ ഓഡിയോ നെറ്റ്വർക്കിംഗ്, ഡാൻഡ്, AVP. ഇപ്പോൾ ഓഡിയോ നെറ്റ്വർക്കിംഗ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരേ സമയം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓഡിയോയും ഡ്രൈവ് ചെയ്യാൻ പറ്റും ഒരു നെറ്റ്വർക്ക് കേബിളിൽ. അതേപോലെ തന്നെ അതിൻ്റെ ആ സ്പീക്കർ മാനേജ്മെന്റ് സിസ്റ്റത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ടാബ്ലറ്റ് മിക്സിംഗ്, അത് ഓൾറെഡി എല്ലാവരും ഫോണിലോ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ സീൻ പ്രീസെറ്റ്സ്, അതും പ്രീസെറ്റ്സ് നമുക്ക് എങ്ങനെ സേവ് ചെയ്യണോ അങ്ങനെ നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. ദെൻ വരുന്നത് മിക്സിംഗ് സെഷനാണ്. ആർട്ട് ഓഫ് മിക്സിംഗ് എന്നാണ് അതിന് പറയുക. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് ഒരു ഓഡിയൻസിന് നല്ലൊരു മിക്സ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക, ബാലൻസിങ്, ആ ഇൻസ്ട്രുമെന്റ് എങ്ങനെ ബാലൻസ് ചെയ്യാം,
ഡൈനാമിക് കൺട്രോള്, പിന്നെ ഇപ്പോൾ ഇമോഷണൽ കണക്ഷൻ ത്രൂ സൗണ്ട്. നെക്സ്റ്റ് ടീം കൊളാബറേഷൻ. അപ്പോൾ എപ്പോഴും നമ്മൾക്കൊരു സ്റ്റേജ് മാനേജർ ഉണ്ടാവും. പ്ലസ് സ്റ്റേജ് മാനേജർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ എടുക്കുന്ന മ്യൂസീഷ്യൻസുമായിട്ടാണ്. പിന്നെ ലൈറ്റ് ടെക്നീഷ്യൻസ്, ഇവന്റ് മാനേജേഴ്സ്, സിസ്റ്റം ടെക്സ്, ഇവരെല്ലാം കൂടി ചേർന്ന് കറക്റ്റായിട്ട് എന്താ പറയുക, നന്നായിട്ട് വർക്ക് ചെയ്ത് എല്ലാവരുമായിട്ട് നന്നായിട്ട് പോയാൽ മാത്രമേ ഇതിനകത്ത് ഈ സിസ്റ്റത്തിന് എന്താ പറയുക, നമ്മളുടെ കമ്പനിക്കാണെങ്കിലും എന്താണെങ്കിലും ആ ഒരു ഉയർച്ച ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇനിയിപ്പോൾ ഇതിന് നോർമലി വേണ്ട കുറച്ച് സ്കില്ലുകളാണ്. ഓഡിയോ ബേസിക്സ്, ഫ്രീക്വൻസി ഡി ബി, ഇത് രണ്ടും നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ്. അതായത് എന്താണ് ഫ്രീക്വൻസി? ഒരു ഫീഡ്ബാക്ക് ടെൻഡൻസി ഉണ്ടായി കഴിഞ്ഞാൽ ആ ഫ്രീക്വൻസി എങ്ങനെയാണ് അതിനെ ഡിറ്റക്ട് ചെയ്ത് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ചെവി കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ RTM മൈക്ക് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇപ്പോൾ വാട്ടവർ, അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ തന്നെ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടാമത്തത് ഡി ബി. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഒന്നും എല്ലാവർക്കും ഒരേ ഡി ബി തന്നെ വേണമെന്നില്ല. ഒരു എന്താ പറയുക, ഒരു കോർപ്പറേറ്റ് ഇവന്റ് നടക്കുകയാണെങ്കിൽ അവിടെ നമുക്കൊരു മിനിമം ഡി ബി മതി. ഒരു 70 dB മെയിൻറ്റെയിൻ ചെയ്താൽ മതിയാവും. നേരെ മറിച്ച് അതൊരു എന്റർടൈൻമെന്റ് ഷോയിലേക്ക് മാറുമ്പോഴേക്ക് ഒരു 100 dB 110 ഒക്കെ പോയേക്കാം. പക്ഷെ നമ്മളുടെ ഇവിടെ മാത്രമേ അത്ര ലെവലിൽ പോകുന്നുള്ളൂ. മേ ബി ഔട്ട് സൈഡിലൊക്കെ പോവുകയാണെങ്കിൽ ഡി ബി മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ സൗണ്ട് എഞ്ചിനീയർക്ക് ബാനിങ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ പറയാം, നോർമലായിട്ട് ഇഷ, കോയമ്പത്തൂർ ഇഷയിൽ അവർക്ക് അവിടെ 70 dB മതി. 70 dB മതി എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ അവർക്ക് അത്രയും ലോവസ്റ്റ് ആയിട്ട് കേട്ടാൽ മതി ശബ്ദം. പക്ഷെ ആ 70 dB ഏകദേശം 300 മീറ്ററോളം കേൾക്കണം. അങ്ങനെയാണ് അതിൻ്റെ ഡിസ്പ്ലേഷൻ വരുന്നത്. ഇപ്പോൾ 4 ടോപ്പുകൾ ഇട്ടിട്ടൊക്കെ നമുക്ക് ശബ്ദം കൂടാൻ പാടില്ല. 70 dB കൂടാൻ പാടില്ല. അവർ മീറ്ററായിട്ട് വരും, ചെക്ക് ചെയ്യും. അങ്ങനെ കറക്റ്റ് വോളിയത്തിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. മനുഷ്യനെ ബുദ്ധിമുട്ട് ഉണ്ടാക്കണ പോലെ അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ശബ്ദം എപ്പോഴും എല്ലാവർക്കും വേണ്ട, പക്ഷെ വേണ്ട പോലെ വർക്ക് ചെയ്യാന്നുള്ളതാണ്. പിന്നെ കൺസോൾ ഓപ്പറേഷൻ. ഇപ്പോൾ സനുവിൻ്റെ അടുത്തൊക്കെ പോയിട്ട് നമുക്ക് കൺസോൾ ഓപ്പറേഷനും ശബ്ദം എന്താണെന്നും, ഇപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് എന്താണെന്ന് വെച്ചാൽ സനു ആക്ച്വലി ഇതും കൂടി പഠിപ്പിക്കുന്നുണ്ട്, ലൈറ്റ് ഡിസൈനും കൂടി പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് സനുവിനോട് പറയുന്നത് സനു ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അതിനകത്ത് RF കൂടെ നിർബന്ധമായിട്ടും അവരെ കൊണ്ട് പഠിപ്പിക്കണം. ഒരു ഓപ്ഷനാണ്. പിന്നെ നെക്സ്റ്റ് വന്ന് മൈക്രോഫോൺ പ്ലേസ്മെന്റ്. ഏതൊരു ഇൻസ്ട്രുമെന്റിനാണെങ്കിലും ഒരു നോർമലി ഒരു ടാക്ക്, ഇപ്പോൾ പറയാം ഒരു പോഡിയത്തിൽ ഒരു മൈക്ക് വെക്കുകയാണെങ്കിൽ അതിൽ വരുന്ന ഇൻപുട്ട് സെൻസിറ്റിവിറ്റി എത്രയാന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. ഏതൊക്കെ ശബ്ദത്തിൽ ആരൊക്കെ എത്രയൊക്കെ dB സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മൈക്ക് പിക്ക് ചെയ്യും. ഇപ്പോൾ മൈക്ക് പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ ഡൈനാമിക് മൈക്കുകളുണ്ട്, അതേപോലെ തന്നെ കണ്ടൻസർ മൈക്കുകളുണ്ട്. ഇപ്പോൾ കണ്ടൻസർ മൈക്കുകളും ഡൈനാമിക് മൈക്കുകളും തമ്മിലുള്ള വ്യത്യാസം, ഒന്ന് വോൾട്ടേജ് പവറിൽ വർക്ക് ചെയ്യുന്നു, ഒന്ന് ഡൈനാമിക് മൈക്ക് എന്ന് പറയുമ്പോൾ നമ്മളുടെ ശബ്ദം ഡയഫ്രത്തിൽ, ആ മൈക്രോഫോണിന്റെ ഡയഫ്രത്തിൽ ചെന്നിട്ട് അത് വൈബ്രേറ്റ് ചെയ്തിട്ടുണ്ടാവുന്ന തരംഗം കൊണ്ട് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്ത് അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ശബ്ദമാക്കി മാറ്റുന്നത്, അതായത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ശബ്ദം റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നോർമലി നമുക്കുണ്ടാവുന്ന ചില ബുദ്ധിമുട്ട്, ഇപ്പോൾ നോർമലി എല്ലാവരും സംസാരിക്കുന്ന കാര്യങ്ങളുണ്ട്. പിണറായി വിജയൻ സംസാരിക്കുമ്പോൾ മൈക്കിന് ശബ്ദം ഉണ്ടാവാറില്ല. സത്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് എന്ന് പറയുന്ന സാധനം കുറവാണ്. ഈ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യാനുള്ളൊരു പവർ പുള്ളിയുടെ ശബ്ദത്തിൽ നിന്ന് നോർമലി വരാറില്ല. അപ്പം നമുക്ക് കണ്ടൻസർ മൈക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് മൈക്രോഫോൺ പ്ലേസ്മെന്റ്. പിന്നെ ഈവൻ ഇപ്പോൾ ഏറ്റവും നമ്മൾ നോർമലി കരുതുന്ന ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ ഒരു സൗണ്ട് എഞ്ചിനീയർ ആണെങ്കിൽ നമ്മൾ ആ ലെവലിലേക്ക് എത്തുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പരമാവധി മൈക്കിംഗ് എല്ലാം നമ്മൾ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ആ ടെക്നീഷ്യൻ ഉണ്ട്, ടെക്നീഷ്യനെ കൊണ്ട് മൈക്കിംഗ് ചെയ്യിപ്പിക്കുക എന്നുള്ള ആ ഒരു സാധനം ഒഴിവാക്കും. പരമാവധി നമ്മൾ തന്നെ മൈക്രോഫോൺ പ്ലേസ്മെന്റ് ചെയ്യുക. റൂം ട്രബിൾ ഷൂട്ടിങ്. പിന്നെയുള്ളത് ട്രബിൾ ഷൂട്ടിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോർമലി നമ്മൾക്ക് ഒറ്റയടിക്ക് ഈ പറഞ്ഞത് സൗണ്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ ട്രബിൾ ഷൂട്ടേഴ്സ് ആവാൻ പറ്റില്ല.
കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. ആ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 2-3 വർഷം നല്ലൊരു കമ്പനിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ വർക്ക് ചെയ്തിട്ട് ട്രബിൾ ഷൂട്ട് ചെയ്ത്, കാരണം നല്ല കമ്പനികളിലൊന്നും ചിലപ്പോൾ ട്രബിൾ ഉണ്ടായിക്കൊള്ളുന്നില്ല, എന്നാൽ കൂടി ചില ട്രബിളുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഫേസ് ക്യാൻസലേഷനോ ഈ സംഭവങ്ങളൊക്കെ, സ്പീക്കർ പ്ലേസ്മെന്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ക്യാൻസലേഷൻ സാധനങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഇയർ ട്രെയിനിങ് ആണ് എന്താണ് എന്നുള്ളത്. ഒരു ശബ്ദം കേൾക്കുമ്പോൾ ആ ശബ്ദത്തിനെ എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് നോക്കേണ്ടത്. പിന്നെ ഇതിനകത്ത് ഫൈനലി വരുന്ന കൺക്ലൂഷൻ, ലൈവ് സൗണ്ട് ഡിസൈൻ ബ്ലെൻഡ്സ് ടെക്നോളജി വിത്ത് ക്രിയേറ്റിവിറ്റി. കാരണം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ക്രിയേറ്റിവിറ്റിയും ടെക്നോളജിയും ചേർന്നാൽ മാത്രമേ ശബ്ദമുള്ളൂ. ഓക്കെ, ഞാൻ ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഡൗട്ട്സ് ഇല്ലേട്ടൻ, താങ്ക് യു. എന്താ പറയാ, ഒരു പോയിന്റ് കൊണ്ട് ഇറ്റ് ബ്രിങ്സ് മ്യൂസിക് ടു ലൈഫ് ആൻഡ് എൻഹാൻസ് ദ ഓഡിയൻസ് എക്സ്പീരിയൻസ്. സുനിലേട്ടൻ വണ്ടർഫുൾ. ഇത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റി. ആവശ്യമുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായി, എന്താണ് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഓർഡർ, എന്താണ് അപ്രോച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ നമ്മളൊരു ഇപ്പം സെമിനാർ ആകുമ്പോൾ ട്രെയിനിങ് പോലെ ചെയ്യാൻ പറ്റില്ല, കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ തന്നെ പറ്റുള്ളൂ ഈ ചുരുക്കം. അപ്പൊ അത് നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അപ്പൊ നേരത്തെ ഒരു സംശയം ചോദിച്ചായിരുന്നു DMX കേബിൾ. അപ്പൊ സുനിൽ ചേട്ടാ, ഐ മീൻ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അപ്പോ തിരക്കുകൾ, ഐ ഹോപ്പ് യു സ്റ്റേ ഹിയർ, ബട്ട് എനിവേ തിരക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നോ പ്രോബ്ലം. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്. യെസ്, അപ്പം ബാക്ക് ടു മീ. നമുക്കപ്പോൾ ഒരു മെസ്സേജ്, ഒരു ചോദ്യം ഉണ്ടായിരുന്നു, DMX-ഉം XLR-ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ രണ്ടും സെയിം ആണ്. DMX കേബിൾ XLR കേബിൾ തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അതിന്റെ പ്രോട്ടോകോളാണ്. അപ്പോൾ പ്രോട്ടോകോൾ മീൻസ് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ DMX കേബിള് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ആണ് യൂസ് ചെയ്യുക. അതായത് ലൈറ്റിംഗ് കൺട്രോൾ സിസ്റ്റത്തിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആണ് ഉപയോഗിക്കുക. അത് ക്യാരി ചെയ്യുന്നത് DMX 512 എന്ന് പറഞ്ഞ പ്രോട്ടോകോൾ. ഒന്നുമില്ല, നമ്മുടെ ഇലക്ട്രിസിറ്റിക്ക് പകരം ഈ കേബിളിലൂടെ പോകുന്നത് ഫിക്സ്ചേഴ്സും ഡിമ്മേഴ്സും പിന്നെ കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു 110 ഓംസ് ആണ് അതിന്റെ ഒരു, എന്താ പറയാ, ഞാനിപ്പോ നോക്കി വായിക്കുന്നതാട്ടോ, അല്ലാണ്ട് ഇപ്പം കാണാണ്ട് അറിഞ്ഞല്ല, നിങ്ങൾ ഓർമ്മയിലാണെന്നല്ല, നമുക്ക് നോട്ട്സ് ഉണ്ടല്ലോ. അപ്പൊ 110 ഓംസ് ആണ് ഒരു, എന്താ പറയാ, DMX കേബിളിന്റെ കപ്പാസിറ്റി, അതിന്റെ ഒരു ഓംസ് എന്ന് പറയുന്നത്. അപ്പം XLR കേബിൾ അങ്ങനെയല്ല. DMX കേബിൾ ഡിജിറ്റലും XLR കേബിൾ അനലോഗും ആണ്. അതിന് ഇമ്പിഡൻസ് അക്കോർഡിംഗ്ലി ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പം വൈഡർ റേഞ്ച് ആണ് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ. XLR കേബിളിന്റെ ഇമ്പിഡൻസ് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. പല ഇമ്പിഡൻസിലുള്ള XLR കേബിൾസ് അവൈലബിൾ ആണ്. ഇത്രയും മനസ്സിലാക്കുക. DMX എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ആണ്. അപ്പൊ നിങ്ങൾ ഡിജിറ്റൽ XLR എന്നൊക്കെ പറയുമ്പോൾ പോയിട്ട് മേടിക്കാൻ നിൽക്കണ്ട, കാരണം അത് DMX കേബിൾ ആണ്. ഓക്കെ, അപ്പൊ XLR ആണെങ്കിൽ അനലോഗ് മേടിക്കണം. ഓഡിയോക്ക് എപ്പോഴും അനലോഗ് ആണ് നല്ലത്. അപ്പൊ അത് ശ്രദ്ധിക്കുക കേട്ടോ, ആ ഒരു പോയിന്റ്. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഒരു ക്വിസ് കൂടി ഉള്ള സമയമാണ്. ഇതാണ് ആ ക്വസ്റ്റ്യൻ. ഫ്രീക്വൻസി ഈസ് നമ്പർ ഓഫ് ഡാഷ് പെർ സെക്കൻഡ്. ഫ്രീക്വൻസി നമ്പർ ഓഫ് എത്ര ഒരു സെക്കൻഡിൽ എത്രയാണെന്നുള്ളതാണ്. യെസ്, ഒരു ആൻസർ വന്നിട്ടുണ്ട്. യെസ്, അനന്തു. ഓക്കെ, ജസ്റ്റ് മിസ് അഭിനവ്. ഇനി നിങ്ങൾ 32 എന്നല്ല കേട്ടോ, അനന്തു പറഞ്ഞു സൈക്കിളാണ്. അല്ല സോറി, ശ്യാംലാൽ ആണ് പറഞ്ഞത്. അനന്തുവിന് മുമ്പ് ശ്യാംലാൽ പറഞ്ഞു. ശ്യാംലാലിനാണ് അപ്പോൾ ഇതിന്റെ പോയിന്റ് കേട്ടോ. ശ്യാംലാൽ സൈക്കിൾ പെർ സെക്കൻഡ് ആണ്. ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്യാം. ഓക്കെ, യാ. അപ്പോൾ 350 മീറ്റർ കുറച്ചുകൂടി ടെക്നിക്കലൊക്കെ ആയിട്ട് പോയില്ലേ, കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ശ്യാംലാലിന് ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ശ്യാംലാലിന്റെ നമ്പർ ഒന്ന് ഇടണം കേട്ടോ. അതുപോലെ ജെറിൻദാസിന്റെ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്തേക്കണം, കാരണം അങ്ങനെയാണ് നമുക്കൊന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ഓൾറൈറ്റ്, ഇനി നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. നമുക്കറിയാം കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് ലൈഫ് സൗണ്ടിന്റെ, അപ്പം ലൈറ്റിംഗ് ഡിസൈനിങ്ങിന്റെയും ഒക്കെ ഈ ഫീൽഡിന്റെ. അപ്പോൾ കുറച്ചു കാലം നമുക്ക് മനസ്സിലായി സൗണ്ടും ലൈറ്റും എന്താണ് അല്ലെ. അതിനിടയിൽ ഒരു എന്താ പറയുക, അപ്രതീക്ഷിതമായിട്ട് LED വാൾ കയറി വന്നു. പിന്നെ സിസ്റ്റം ഡിസൈനിങ്ങിനെ കുറിച്ച് സുനിൽ ചേട്ടൻ ഡിസൈനിങ് മാത്രമല്ല പറഞ്ഞു, അദ്ദേഹം ഒരു ഷോയുടെ ഓവർവ്യൂ നമുക്ക് തന്നു. എന്തൊക്കെയാണ് ഒരു ഷോ എന്ന് പറയുന്നതിന് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടി. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്താ പറയുക, എന്താണ് ഫീൽഡ് എന്നുള്ളത് അല്ലെ. ഇനി ഇതിൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, കാരണം ഒന്നും പഠിക്കാതെ നിങ്ങൾ പോകുമ്പോൾ ഓഫ് കോഴ്സ് സർട്ടിഫിക്കറ്റ് ഒന്നും ഉണ്ടാവില്ല. സർട്ടിഫിക്കറ്റിനൊക്കെ വാല്യൂ വരുന്നത് എങ്ങനെയാണ്, നിങ്ങളൊരു സിസ്റ്റം ഡീറ്റെയിൽ ആയിട്ട്, ഇപ്പൊ ആശാന്റെ അടുത്ത് പഠിച്ചാലും ശരി, ഒരു അക്കാഡമിയിൽ പോയി പഠിച്ചാലും, ഡിപ്ലോമ ലോകത്തെ ഏറ്റവും വലിയ ഡിപ്ലോമ എടുത്താലും പ്രോപ്പർ അല്ല പഠനം എന്ന് വെച്ചാൽ
ഒരു കാര്യമില്ല. ബേസിക്സ് എപ്പോഴും ക്ലിയർ ആയിരിക്കണം. തിയററ്റിക്കൽ നോളജ് ഉണ്ടായാലാണ് പുതിയ അഡ്വാൻസ് ആകുമ്പോൾ ഒരു VCA ഗ്രൂപ്പിംഗ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിങ്ങിന്റെ എന്താ പറയുക, എന്താണ് അതിന്റെ പ്രോസസ്സ്, അല്ലെങ്കിൽ ഒരു എന്തിനാണ് മാട്രിക്സിൽ ഇടുന്നത്. മാട്രിക്സിൽ കുറെ പേര് മാട്രിക്സിൽ PA ഇടുന്നു, മാട്രിക്സിൽ ഇടുന്ന ഡിലേ സ്റ്റാക്ക്, മാട്രിക്സിൽ ഉപയോഗിച്ച് സബ്, എന്തുകൊണ്ടാണ് ഈ മാട്രിക്സിൽ കൂടെ സെൻഡ് ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ എന്താണ് അലൈൻമെന്റ് ഇഷ്യൂസ്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതിന് നമുക്ക് പഠനം ആവശ്യമാണ്. അപ്പോഴാണ് നമുക്ക് ഒരു എഞ്ചിനീയർ ലെവലിലേക്ക് എത്താൻ പറ്റും. അപ്പൊ മറ്റാരുമല്ല, എൻ്റെ കൊളീഗ്, ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് നാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം പുറത്താണ് അദ്ദേഹം, ജിനു കൃഷ്ണൻ. അപ്പൊ ജിനു കൃഷ്ണൻ സാറിന് ഞാൻ എന്താ പറയാ ഇൻവൈറ്റ് ചെയ്യാണ്. ഒപ്പം അദ്ദേഹം എന്ന് പറയുന്നത് അവിടെ ഇപ്പം സൗദിയിലായിരുന്നു, ഇപ്പൊ സൗദിയിലാണ്, മസ്കറ്റിലായിരുന്നു. ഒരുപാട് കമ്പനികളിൽ സിസ്റ്റം ഡിസൈനർ ആയിട്ടാണ് ജോലി ചെയ്തിട്ടുള്ളത്. വെൽക്കം സാർ. ഹായ്, കേൾക്കുന്നുണ്ടോ സനു സാർ? കാണാമോ? യെസ് യെസ് യെസ്, ഓൾ ഗുഡ്. ഹായ്, നമസ്കാരം സനു സാർ. പിന്നെ സുനിലേട്ടൻ, കൊള്ളായിരുന്നു രണ്ടുപേരുടെയും പ്രസന്റേഷൻ. ഓക്കെ, കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിരുന്നു. പിന്നെ കണ്ടതിൽ സന്തോഷം. അറിയാവുന്ന കുറേ പേരുണ്ട് കേട്ടോ. നമ്മുടെ ഇപ്പൊ ഈ 1067 പാർട്ടിസിപ്പൻസ് അറിയാവുന്ന കുറെ ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു പ്രസന്റേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് ആണ് ഞാനിപ്പോ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാൻ ആ പ്രസന്റേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, കിട്ടുന്നുണ്ടോ? യെസ് യെസ്. ഓക്കെ, അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന ഈ എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാല് നമ്മൾ ഇപ്പം സ്കൂളിലോ കോളേജിലോ, അതായത് നമ്മളെ ഹെവി ഇൻഡസ്ട്രിയിലെ എഡ്യൂക്കേഷൻ നമുക്ക് അത്യാവശ്യമാണ്. അല്ലാതെ നിങ്ങൾ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ എന്ത് പഠിച്ചു എന്നുള്ളതല്ല. സൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഹാഫ് ഫിസിക്സ് ആണ്. ഓക്കെ, അപ്പൊ സുല്ലാറ്റും പറഞ്ഞ ഒരു ആർട്ടാണ്, സയൻസ് ആണ്. ഓക്കെ, സയൻസ് മീൻസ് ഇത് കൂടുതലും വരുന്ന ഒരു ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ്, പ്ലസ് എന്റർടൈൻമെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് എഡ്യൂക്കേഷന്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞാല്, ഇപ്പൊ ഞാൻ ഈ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഒരു ടെക്നിക്കൽ അല്ല, ഹാഫ് ടെക്നിക്കൽ ഹാഫ് എന്താണ് ഇത്. കാരണം ഇതിൽ കുറെ നമ്മുടെ ഇപ്പൊ വെബിനാറിൽ കുറെ ആൾക്കാർ പുതുതായിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പൊ അവർക്കൂടെ ഒന്ന് മനസ്സിലാവുന്ന വിധത്തിൽ സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പ്രസന്റ് ചെയ്യുകയാണ്. ഓക്കെ, ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ടെക്നിക്കൽ സ്കില്ല് ഡെവലപ്മെന്റ് ചെയ്യാനായിട്ട് ഓക്കെ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ മസ്റ്റ് ആണ്. ഓക്കെ, പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ അതൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്ന എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വൺസ് AV ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് എഡ്യൂക്കേഷൻ അഡീഷണൽ, അത് ഞാൻ എന്തൊക്കെയാണെന്ന് പിന്നീട് പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ ഒരു ഷോ ഡിസൈൻ ചെയ്യാനും പ്ലാനിങ് ചെയ്യാനും. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽസിന്റെ കൂടെ ആയിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഡിസൈനിങ്ങിന്റെ കേസ് പറഞ്ഞപ്പോൾ ഡിസൈനിങ്, ഓഡിയോ ഡിസൈനിങ് ആണെങ്കിൽ ശരി, പിന്നെ ലൈറ്റ് ആണെങ്കിൽ ശരി, VJ ആണെങ്കിൽ ശരി, പിന്നെ ഫർണിച്ചേഴ്സ്, ഫർണിച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഫാബ്രിക്കേഷൻ വർക്ക്, സ്റ്റേജ്, റിഗിങ്, ഇതെല്ലാം ഒരു ആർട്ടാണ്. എങ്ങനെ വേണമെങ്കിലും നമുക്കൊരു ഷോ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് എല്ലാം ഒരു പ്രോപ്പർ സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് AV ഇൻഡസ്ട്രിക്കകത്ത് എഡ്യൂക്കേഷൻ മസ്റ്റ് ആണ്. അത് എന്ത് ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ പ്രൊഫഷണലിസവും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും എല്ലാം ഡെവലപ്പ് ആവണമെങ്കിൽ ഓക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ സർട്ടിഫൈഡ് ആയിരിക്കണം, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം, എങ്കിലേ നമുക്ക് ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് വരത്തുള്ളൂ. ഓക്കെ, അതുപോലെ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന കുറെ വേർഡ്സ് ആണെങ്കിൽ ടെക്നിക്കൽ വേർഡ് ആണെന്നുണ്ടെങ്കിലും ഓക്കെ, ഇപ്പം നമ്മൾ പറയാം ആ സാധനം ഒരു ഇപ്പുറത്ത് മാറ്റിക്കുത്തറ എന്ന് പറയൂലേ. അപ്പൊ ഇപ്പുറത്തോട്ട് കണക്ടർ മാറ്റിക്കുത്ത് എന്നുള്ളതല്ല. അപ്പൊ അതിനൊരു വേർഡ് ഉണ്ട്. ഇപ്പൊ ദാന്തയിലാണെന്നുണ്ടെങ്കിൽ നേരത്തെ സുനിലേട്ടൻ പറഞ്ഞ ദാന്ത എന്ന് പറയുന്ന ഒരു AV, അതിന് ഈ മാറ്റി കൊടുക്കുന്നതിൽ അതിൽ പറയുന്ന സബ്സ്ക്രിപ്ഷൻ എന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ കൺസോളിൽ വരുമ്പോൾ അത് പാച്ചിങ് എന്ന് മാറും, ആ വേർഡ് മാറുകയാണ്. അപ്പൊ നമുക്ക് ആ ഒരു പ്രൊഫഷണലിസവും കമ്മ്യൂണിക്കേഷനും വരുത്തണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ വേണം. പിന്നെ കരിയർ ഗ്രോത്ത്. ഓക്കെ, പിന്നെ സനു സാർ ഇപ്പൊ പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്, നമ്മുടെ സർട്ടിഫൈഡ്. കാരണം എൻ്റെ കൂടെ മസ്കറ്റിൽ വർക്ക് ചെയ്ത കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പൊ ശ്രീലങ്കയിൽ നിന്ന്, ഞാൻ പേര് പറഞ്ഞത്, ശ്രീലങ്കയിൽ നിന്ന് അത്യാവശ്യം ഒരു നല്ലൊരു VJ, അവൻ AV എഞ്ചിനീയർ ആയിരുന്നു. ഓക്കെ, LED എഞ്ചിനീയർ ആയിരുന്നു. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്, നല്ല അറിവുള്ള വ്യക്തിയാണ്. പക്ഷെ അയാൾക്ക് പ്രോപ്പർ സർട്ടിഫൈഡ് അല്ല, പുള്ളിക്ക് സർട്ടിഫിക്കേഷൻ ഇല്ല.
അപ്പൊ പ്രശ്നം എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിരുന്നാൽ ഇപ്പൊ ഒമാന്റെ റൂൾ പ്രകാരം, ഒമാൻ എന്നല്ല എല്ലാ GCC കൺട്രി എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് അവിടെ ഒരു ID റെസിഡന്റ് കാർഡ് കിട്ടുമല്ലോ. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മുടെ പ്രൊഫഷൻ എഴുതിയിരിക്കും. അപ്പൊ പുള്ളിക്ക് സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് പുള്ളിയുടെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മറ്റേ എന്താ പറയുക, ഫ്ലവർ ഡിസൈനറോ അങ്ങനെ എന്തോ ഒരു ചെറിയൊരു പ്രൊഫഷൻ ആയിരുന്നു. മീൻസ് കുറഞ്ഞ ലോ സ്കെയിൽ എംപ്ലോയ്മെന്റ് എന്ന് പറയാം, ലോ സ്കെയിൽ ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ ആയിരുന്നു പുള്ളിയുടെ ID കാർഡിലുണ്ടായിരുന്നു. അപ്പം പുള്ളിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരുന്നു, ഫാമിലി വിസ കിട്ടാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു റോഡ് ട്രിപ്പൊക്കെ റോഡ് ട്രിപ്പൊക്കെ ദുബായിലോട്ട് പ്ലാൻ ചെയ്തപ്പോഴത്തേക്കും ബൈ റോഡ് വിസ കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രയാസമാണ് ചില പ്രൊഫഷൻ്റെ. ഇപ്പം നിയമം മാറിയിട്ടുണ്ടാവും, അറിയില്ല. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടീസ്. പക്ഷേ ഞാൻ ഉൾപ്പെടെ 2-3 പേർക്ക് ഇതിന്റെ ഒന്നും പ്രശ്നമില്ലായിരുന്നു. കാരണം നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്, ഐ മീൻ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്സ്, പിന്നെ എന്താണ് വിസ, ഐ മീൻ വിസ പോലുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഫാമിലി വിസ ആണെന്നുണ്ടെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് അതുപോലുള്ള കാര്യങ്ങളും. അപ്പൊ നമ്മുടെ പ്രോപ്പർ വിസ ആണെങ്കിൽ അതിന്റെ എല്ലാം ക്ലാസ് മാറും. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ സാലറി സ്കെയിൽ മാറും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറയുകയാണ്, ഒരു സർട്ടിഫൈഡ് കോഴ്സ് ഉണ്ടാവുന്നത് ഓൾവേസ് ബെറ്റർ ആണ്. ഇനി നമുക്ക് കിടക്കാം നമ്മുടെ മെയിൻ ടോപ്പിക്കിൽ, എന്ത് കൈൻഡ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് നമുക്ക് AV ഇൻഡസ്ട്രിയിൽ വേണ്ടതെന്നുള്ളത്. ഓക്കെ, നിങ്ങൾ വൺസ് ഇപ്പം നമ്മുടെ ഈ AV ഇൻഡസ്ട്രിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരും പുഷ് ചെയ്തിട്ട് വരുന്ന ആൾക്കാരല്ല. മിക്കവാറും 90% ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളത് അവരുടെ പാഷൻ കൊണ്ട് വരുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പം ജസ്റ്റ് ഇപ്പോൾ ഒരു ഷോ കണ്ട് ഞാൻ പാഷനേറ്റ് ആയി, എനിക്ക് FOHൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾ ആ രീതിയിലേക്ക് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ല്. ഓക്കെ, പക്ഷേ എന്നിരുന്നാലും നമുക്ക് ചില ആൾക്കാർക്ക് സിസ്റ്റം ആയിരിക്കും, സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാനായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്ത് ടൈപ്പ് എഡ്യൂക്കേഷൻ ആണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫൗണ്ടേഷൻ കോഴ്സ് മസ്റ്റ് ആണ് കേട്ടോ. അതായത് നല്ലൊരു കരിയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ടെക്നിക്കൽ ട്രെയിനിങ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ കോഴ്സ്, ഓഡിയോ എഞ്ചിനീയർ ആയിട്ടോ ലൈറ്റിംഗ് ഡിസൈനർ ആയിട്ടോ AV അല്ലെങ്കിൽ പ്രൊജക്ഷൻ ഡിസൈനർ ആയിട്ടോ നിങ്ങൾക്ക് ഒരു ഫൗണ്ടേഷൻ കോഴ്സ് മസ്റ്റ് ആയിട്ട് വേണം. പിന്നെ അതിന് പുറമെ മസ്റ്റ് ആയിട്ട് കമ്പ്യൂട്ടറിന്റെ നോളജ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ഇപ്പോഴത്തെ ഇപ്പോഴത്തെ മീൻസ് ഞാൻ എവിടെ ചെന്ന് കഴിഞ്ഞിരുന്നാലും ഞാനല്ല, നമ്മുടെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെല്ലാം അത് കുറച്ച് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. മീൻസ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിലാണെന്നുണ്ടെങ്കിൽ ശരി, ക്ലയന്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ്, നമ്മൾ ചിലപ്പോൾ ഡയറക്റ്റ് ക്ലയന്റുമായിട്ട് സംസാരിക്കേണ്ടി വരും, ചിലപ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനറായിട്ടോ സംസാരിക്കേണ്ടതായിട്ട് വരും. അപ്പം തീർച്ചയായിട്ടും ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഹാഷ് ബുഷ് ഇംഗ്ലീഷ് വേണമെന്നില്ല. കാരണം ഞാനിപ്പോൾ ഒരു 15 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 10 വർഷം മുമ്പ് സംസാരിക്കുന്ന ഇംഗ്ലീഷും ഞാനിപ്പോൾ സംസാരിക്കുന്ന ഇംഗ്ലീഷും വ്യത്യാസമുണ്ട്. ഒരു 20 വർഷം മുമ്പ് ഞാൻ സംസാരിച്ച ഇംഗ്ലീഷൊക്കെ പൊട്ട ഇംഗ്ലീഷ് ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങൾ ഇംപ്രവൈസ് ചെയ്യണം. പിന്നെ കമ്പ്യൂട്ടർ നോളജ്, പ്രത്യേകിച്ച് ലൈവ് ഇൻഡസ്ട്രിയിലോട്ട് വരുന്ന ഒരാൾ നേരിടുന്ന, ഞാൻ പല ആൾക്കാരും കണ്ടിട്ടുണ്ട്, അവർക്ക് കമ്പ്യൂട്ടർ നോളജ്, കമ്പ്യൂട്ടറുമായിട്ട് ഒരു എന്താ പറയുക, ഒരു ടച്ച് കുറവായിരിക്കും. ഓക്കെ, നമ്മൾ കമ്പ്യൂട്ടർ നോളജ് മസ്റ്റ് ആയിട്ട് വേണം. കാരണം ഇപ്പോൾ ഉള്ള മിക്സേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ശരി, സിഗ്നൽ പ്രോസസ്സേഴ്സ്, ഐ മീൻ DSP, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ ശരി. പിന്നെ ഒരു പ്രൊജക്റ്റുമായിട്ട് നിങ്ങൾ വലിയൊരു ഇവന്റ് ടീമുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഓഡിയോയ്ക്ക് പുറമെ പല കാര്യങ്ങളും കുറച്ച് പഠിക്കേണ്ടതായിട്ട് വരും. അത് ഞാൻ കാണിച്ചു തരാം, സ്ലൈഡിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം കമ്പ്യൂട്ടർ നോളജ് വേണം. ജസ്റ്റ് ബേസിക് നോളജ് മതി. മീൻസ് നിങ്ങൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതൊക്കെ, അതിന്റെ ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കണം. ഇത് വളരെ മസ്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിൽ വെച്ചോളണം. ഓക്കെ, അപ്പം നമുക്ക് വൺസ് ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞാലുള്ള നമ്മുടെ എഡ്യൂക്കേഷൻ AV സിസ്റ്റത്തിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഫ്രീ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം സുനിലേട്ടൻ പറഞ്ഞ പോലെ RF, ഓക്കെ, വയർലെസ് എന്ന് പറയുന്നത് ഏറ്റവും തലവേദന പിടിച്ച ഒരു ജോലിയാണ്. ഓക്കെ, ഒരു വലിയ ഷോയിൽ വയർലെസ് ചാനൽസ് ഒരു 30, 40 അല്ലെങ്കിൽ 50 ഒക്കെ കാണും, വയർലെസ് യൂസ് ചെയ്യുന്നുണ്ടാവും നമ്മൾ. അപ്പം മിക്കവാറുള്ള കമ്പനിയിൽ RF എഞ്ചിനീയർ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് പോസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അത് അയാളുടെ ജോലി എന്ന് പറഞ്ഞാൽ RF മീൻസ് റേഡിയോ ഫ്രീക്വൻസി, അതിനെ കോർഡിനേറ്റ് ചെയ്ത് ഷോയുടെ സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ ഒരു RF ഡ്രോപ്പ് ഔട്ടും ഉണ്ടാകാതെ ഒരു വയർലെസ് മൈക്കും കട്ട് ആവാതെ നമ്മൾ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുക. ഓക്കെ, നമ്മുടെ മൊത്തത്തിൽ ഇപ്പോൾ വേൾഡിൽ മൊത്തത്തിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ഫ്രീക്വൻസി ബാൻഡ് ഇപ്പം കുറവായി വരികയാണ്. കാരണം ടെലികോം ഓപ്പറേറ്റേഴ്സ് എല്ലാം പുതിയ ഫ്രീക്വൻസി, അവർക്ക് ബാൻഡ് വിഡ്ത്ത് പോരാ. അപ്പം നമ്മുടെ ഈ RF പരിധിയിലുള്ള കാര്യങ്ങളെല്ലാം അവർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, RF ഒരു ഗ്ലോബലി വമ്പൻ ഒരു ബിസിനസ് പോലെയാണ്. മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷുവറിന്റെ മൈക്രോഫോൺ ആണെന്നുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യുന്ന ഒരു സ്പെസിഫിക് ഒരു ഫ്രീക്വൻസി ബാൻഡ് ഉണ്ടാവും. ആ ബാൻഡ് ക്ലിയർ ആക്കുക, മറ്റൊരു ഇന്റർഫിയറൻസ് ഇല്ലാത്ത ഒരു ചാനൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പൊ ഇതിനൊക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്.
ഓക്കെ, അതുപോലെ നെറ്റ്വർക്ക് ഓഡിയോ, ബേസിക് നെറ്റ്വർക്കിംഗ് അറിഞ്ഞിരിക്കണം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വരാം, സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു ഐപാഫ് ലൈസൻസ് എന്ന് പറയുന്നത്. അത് ഞാൻ ഏറ്റവും റീസെന്റ് ഒരു 5-6 മാസത്തിന് മുന്നേ ഞാൻ എടുത്തൊരു ലൈസൻസ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐപാഫ് ലൈസൻസ് എടുക്കുക മീൻസ് നമ്മുടെ മൊബൈൽ എന്താണ് വെഹിക്കിൾസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതായത് സിസർ ലിഫ്റ്റർ, ചെറി പിക്കർ, ഓക്കെ, ആ ബൂം ലിഫ്റ്റർ, ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ലൈസൻസ് ഞാനിപ്പോൾ എടുത്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറുമുള്ള വെന്യൂലൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ അറൈസ് ഒക്കെ ഹാങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, ഓക്കെ, ഹാങ് ചെയ്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും എവിടെയെങ്കിലും ഞാൻ ഒരു സ്പീക്കറൊക്കെ ഇട്ടിരിക്കുകയായിരിക്കും. ചിലപ്പോൾ അവിടെ നിന്ന് വല്ല നോയ്സോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിരുന്നാൽ നമുക്ക് പെട്ടെന്ന് ചാടി പിടിച്ച് കയറി പോകാൻ പറ്റത്തില്ല. ഓക്കെ, അതിൽ ഞാൻ ചിലപ്പോൾ ഈ ഐപാഫ് ഈ മൊബൈൽ എലവേറ്റേഴ്സ് അല്ലെങ്കിൽ ലിഫ്റ്റ് കാര്യങ്ങൾ ആർക്കുവേണമെങ്കിലും ഓപ്പറേറ്റ് ചെയ്യാം. പക്ഷേ നമുക്കൊരു ലൈസൻസ് വേണമല്ലോ, പ്രത്യേകിച്ച് നമ്മൾ പുറത്തൊരു രാജ്യത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും ആക്സിഡന്റ് വന്നാൽ നമ്മൾ തീർച്ചയായിട്ടും ജയിലിലാവും. ഓക്കെ, അപ്പോൾ ഞാൻ ലൈസൻസ് എടുത്തപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയി. ഓക്കെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് ആ വണ്ടി എടുത്ത് ഓപ്പറേറ്റ് ചെയ്ത് എനിക്ക് വണ്ടിയുടെ മുകളിൽ ചെന്ന് എനിക്ക് നോക്കാൻ പറ്റും. അപ്പം സേഫ്റ്റിയെ പറ്റിയിട്ടും ഞാൻ അവെയർ ആണ് ആ ഒരു ലൈസൻസ് എടുത്തതിന് ശേഷം. ഓക്കെ, പിന്നെ നിങ്ങൾ റിഗിങ്ങിനെ പറ്റിയിട്ട് ഒരു ബേസിക് ഐഡിയ. ഓക്കെ, ഇവന്റ് ഇൻഡസ്ട്രിയിൽ വൺ ഓഫ് ദി ഹയസ്റ്റ് പെയ്ഡ് ജോബ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, എല്ലാത്തിനും നല്ല പേയ്മെന്റ് കാര്യങ്ങളുണ്ട്. എന്നാലും ഞാൻ പറയുന്നത്, ഓക്കെ, നല്ല എക്സ്പീരിയൻസും എന്താണ് നല്ല അറിവും വേണ്ടിയ ഒരു ജോബാണ് കേട്ടോ ഈ റിഗിങ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ആസ് എ ടെക്നീഷ്യൻ അല്ലെങ്കിൽ എഞ്ചിനീയർ തീർച്ചയായിട്ടും നമ്മൾ ഇലക്ട്രിക്കലിനെ പറ്റിയിട്ടും പവറിന്റെ അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് നോളജ് എങ്കിലും നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ എത്ര ലോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ലോഡിന്റെ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. ഓക്കെ, അപ്പം നിങ്ങളൊരു സർട്ടിഫൈഡ് ഇലക്ട്രീഷ്യൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്കോപ്പ് കൂടും. ഓക്കെ, സർട്ടിഫൈഡ് ഇലക്ട്രീഷ്യൻ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലൈസൻസ്ഡ് ഇലക്ട്രീഷ്യൻ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പോയി DB-യിലും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ തൊടാനോ പവർ ചെയ്യാനോ പോകാവൂ. അല്ലാതെ നിങ്ങൾ ആ ഒരു ജോലി ഏറ്റെടുക്കരുത്. മീൻസ് ലീഗലി ഉള്ള പ്രശ്നങ്ങൾ പിന്നീട് ഭയങ്കര ഭീകരമായിരിക്കും. നമ്മളിപ്പം എനിക്ക് പവർ ചെയ്യാൻ അറിയാം അല്ലെങ്കിൽ ഞാൻ ചെയ്യും, പക്ഷെ എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാത്തിനും പോയി ഇടപെട്ട് ഇൻ കേസ് ഒരു ലീഗലി ഒരു പെട്ടിത്തെറി അല്ലെങ്കിൽ അപ്പുറത്തെ എൻഡിൽ ഒരാൾ ഓപ്പൺ ആയിരുന്നു, അയാൾ മരിച്ചുപോയി, ഓക്കെ, ഇൻ കേസ് പവറിന്റെ പ്രശ്നം കാരണം, അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ലീഗലി ഒരുപാട് പ്രശ്നങ്ങൾ വരും. അപ്പം നിങ്ങൾ ഇതിലൊക്കെ ഒരു സർട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ ലൈസൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല. ഞാനിപ്പം 1 by 1 അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കാം. ഞാൻ നേരത്തെ RF കോർഡിനേഷൻ എന്ന് പറഞ്ഞ് കാണിച്ചില്ലേ? ഓക്കെ, ഇതൊരു വയർലെസ് വർക്ക് ബെഞ്ച് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആണ്. അതിന്റെ ഒരു പഴയ വെർഷന്റെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തിട്ടേ ഉള്ളൂ. അപ്പം നമുക്ക് ഇതുപോലുള്ള ടൂൾസ് അവൈലബിൾ ആണ്. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പം നാട്ടിലിപ്പോൾ ഒരു വയർലെസ് മൈക്രോഫോൺ നിങ്ങൾ അല്ലെ ഒരു 10 വെച്ചിട്ടൊക്കെ വർക്ക് ചെയ്യും. അപ്പൊ ചില സമയത്ത് ഒന്നാമത്തെ മൈക്കിന്റെ ഫ്രീക്വൻസി തന്നെയാണ് അഞ്ചാമത്തെ മൈക്കിലെങ്കിലും അത് തമ്മിൽ ഇന്റർഫിയറൻസ് ഉണ്ടാവും, തമ്മിൽ ഫ്രീക്വൻസീസ് കൊളൈഡ് ആവും. അപ്പം ഇതുപോലുള്ള ഒരു ടൂൾ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതാണ് നമ്മളൊരു എഡ്യൂക്കേഷൻ. ഓക്കെ, നമ്മളെ വൺസ് ഇൻഡസ്ട്രിയിൽ വന്നാലുള്ള എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇപ്പൊ ഒരു 20 വർഷം മുമ്പ് 10 വർഷം മുമ്പ് ഇങ്ങനത്തെ ഒരു ടൂൾ ഇല്ലായിരുന്നു. അപ്പം പണ്ട് തൊട്ടേ ഉണ്ടായിരുന്ന ഈ സീനിയർ എഞ്ചിനീയേഴ്സ് എന്ത് ചെയ്തു, ഇത് വന്നതിന് ശേഷം തീർച്ചയായിട്ടും അവർ എഡ്യൂക്കേറ്റഡ് ആയി, മീൻസ് അവരിത് പഠിച്ചെടുത്തു. ഓക്കെ, ഇപ്പം ഒരു 10 വർഷം കഴിഞ്ഞാലോ അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞാലോ വരുന്നത് പുതിയ ടൂൾസ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാർ അതും പഠിച്ചെടുക്കണം. ഓക്കെ, അപ്പൊ ഇതിൽ എനിക്ക് ഏതൊക്കെ ചാനൽസ് ആണെന്ന് അറിയാൻ പറ്റും. ഓക്കെ, ഏതൊക്കെ ചാനലാണ് ഞാൻ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പൊ ചിലയിടത്ത് നമ്മൾ വർക്കിന് പോകുന്ന സമയത്ത് ഓൾറെഡി അവിടെ ഒരു 100 വയർലെസ് മൈക്ക് ഉണ്ടാവും. ഒരു കൺവെൻഷൻ സെന്ററോ അല്ലെങ്കിൽ കോൺഫറൻസ് ചെയ്യുമ്പോൾ ഓൾറെഡി 100 വയർലെസ് മൈക്ക് പല റൂമുകളിലായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പം നമുക്ക് അവരുടെ അടുത്ത് പോയി ഫ്രീക്വൻസിയുടെ നിങ്ങൾ എല്ലാത്തിന്റെയും ഫ്രീക്വൻസിയുടെ ലിസ്റ്റ് തരാൻ പറഞ്ഞാൽ ചിലപ്പോൾ തരും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ സോഫ്റ്റ്വെയർ വെച്ച് സ്കാൻ ചെയ്യാൻ പറ്റും. അവരുപയോഗിക്കാത്ത ഏതൊക്കെയാണോ ഫ്രീക്വൻസീസ് ഉള്ളത് അല്ലെങ്കിൽ ആ ഒരു ഫ്രീക്വൻസി ബാൻഡുള്ളത്, നമുക്ക് അത് മാത്രം സോഫ്റ്റ്വെയർ വെച്ച് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് നിങ്ങൾക്ക് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അഫ്കോഴ്സ് കമ്പ്യൂട്ടർ നോളജ്, ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് നോളജ് നിങ്ങൾക്ക് അത്യാവശ്യം. കാരണം ഇതെല്ലാം നെറ്റ്വർക്ക് ബേസ്ഡ് ആണ്. നെറ്റ്വർക്ക് വഴിയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. നെറ്റ്വർക്കിന്റെ ഇന്റർനാഷണൽ ലെവൽ കോഴ്സ് ചെയ്യണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മുടെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ നെറ്റ്വർക്ക് ബേസ്ഡ് ആയിട്ടുള്ളതാണ് നേരത്തെ സുധേട്ടൻ പറഞ്ഞത്, ദാന്തെ എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോൾ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ. അപ്പം അതായത് ഇപ്പം നിങ്ങളിപ്പോൾ ഒരു മൈക്കിന്റെ മിക്സറിന്റെ ഒന്നാമത്തെ ചാനലിൽ ഒരു മൈക്ക് കണക്ട് ചെയ്തു, പക്ഷെ അത് തെറ്റിപ്പോയത് ആക്ച്വലി രണ്ടാമത്തേൽ കണക്ട് ചെയ്യേണ്ടതായിരുന്നു. ഓക്കെ, അപ്പം നിങ്ങളുടെ മിക്സറിൽ ഈ ദാന്ത ഇനേബിൾഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പോയി ഊരി കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യാം, ഈ കമ്പ്യൂട്ടറിൽ കൂടെ തന്നെ അതിന് ഒരു നെറ്റ്വർക്ക്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മുടെ
ഇവിടെ ട്രാൻസ്മിറ്ററും അതിന്റെ റിസീവറും കാണാം. മൗസ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഒന്നിൽ നിന്ന് അത് രണ്ടിലാണ് വരേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വയർലെസ് മൈക്ക് ഇതിൽ കൊണ്ടുവരാൻ പറ്റും, സ്റ്റേജ് ബോക്സ് കൊണ്ടുവരാം, ആംപ്ലിഫയർ, കൺസോള്, ബ്രോഡ്കാസ്റ്റിങ്ങിലോട്ട് ഔട്ട്പുട്ട് കൊടുക്കാം, ഇപ്പൊ റെക്കോർഡിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇതിലൊന്നും ഒരു XLR കേബിളോ ഒരു ജാക്കോ 3.5mm കേബിളോ ഒന്നും യൂസ് ചെയ്യേണ്ട, എല്ലാം നെറ്റ്വർക്ക് കേബിൾ വെച്ചിട്ടാണ്. ഓക്കെ, ഈ ദാന്ത എന്ന് പറയുന്നത് ഒരു പ്രോട്ടോകോൾ ആണ്, ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോള്. പല ടൈപ്പ് ഓഫ് ഇപ്പൊ നേരത്തെ DMX എന്ന് പറഞ്ഞ ഒരു ലൈറ്റിംഗിന്റെ പ്രോട്ടോകോൾ സെൻസർ പറഞ്ഞില്ലേ, അതുപോലൊരു മറ്റൊരു ഓഡിയോയുടെ പ്രോട്ടോകോൾ ആണ് ദാന്തെ. ദാന്തെ മാത്രമല്ല പല ടൈപ്പ് ഓഫ് പ്രോട്ടോകോൾ ഉണ്ട്. അപ്പൊ ടെക്നിക്കലി നമ്മൾ കൂടുതലായിട്ടൊന്നും പോകുന്നില്ല. ഓക്കെ, പിന്നെ മസ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് സോഫ്റ്റ്വെയർ സ്കിൽസ്. ഓക്കെ, നമ്മുടെ എഡ്യൂക്കേഷന്റെ പാർട്ടാണത് സോഫ്റ്റ്വെയർ സ്കിൽസ്. നമ്മുടെ എന്താ പറയാ, ഓഡിയോ എഞ്ചിനീയറിംഗിൽ പല ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. റെക്കോർഡിങ്ങിന്റെയും മിക്സിങ്ങിന്റെയും പല ടൈപ്പ് ഓഫ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അല്ലെങ്കിൽ പല ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ നിങ്ങളൊരു ബാൻഡിൽ വർക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തിയേറ്റർ ടൈപ്പ് ഷോ ചെയ്യുന്ന സമയത്തായിരിക്കും അവർ നമുക്ക് മൾട്ടി ട്രാക്ക് റെക്കോർഡിംഗ് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സോഫ്റ്റ്വെയർ സ്കിൽസ് ഏതെങ്കിലും ഒന്നോ രണ്ടോ സോഫ്റ്റ്വെയർ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കുക. നൂറുകണക്കിന് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പം പ്രോടൂൾസ്, ന്യൂവെൻഡോ, ക്യൂബേസ്, പിന്നെ റീപ്പർ, ഓക്കെ, അങ്ങനെ ഇഷ്ടംപോലെ സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പം ചിലതൊക്കെ ഫ്രീ ഡൗൺലോഡാണ്, ഇത് പെയ്ഡ് ആണ്, ഫ്രീ ഡൗൺലോഡിലും കിട്ടും. ഓക്കെ, അത് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ മിക്സറിൽ നിന്ന്, അതായത് ഡിജിറ്റൽ മിക്സറിൽ നിന്ന് ഇതെങ്ങനെ മൾട്ടി ട്രാക്ക് റൂട്ട് ചെയ്യാം എന്നുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു പ്രാക്ടീസ്ഡ് ആയിരിക്കണം നമ്മൾ. ഓക്കെ, അപ്പൊ അതുപോലെ ഇതിനെല്ലാം വേണ്ടത് സോഫ്റ്റ്വെയർ സ്കിൽസ്, അതായത് കമ്പ്യൂട്ടർ നോളജ് നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ രണ്ടാമത്തത് അറേ പ്രഡിക്ഷൻ ടൂള്. അതായത് ഇപ്പം നമുക്ക് ഒരു സ്ഥലത്ത് സ്പീക്കറിൽ നിന്നുള്ള, നിങ്ങളൊരു വലിയൊരു മൈതാനത്ത് ഒരു വലിയൊരു പ്രോഗ്രാം ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അവിടെ സ്പീക്കർ നിങ്ങൾക്ക് ഹാങ് ചെയ്യണം, അല്ലെ, ഹാങ് ചെയ്ത് സൗണ്ട് കേൾപ്പിക്കണം. പക്ഷെ ഇത് എത്രത്തോളം സൗണ്ട് കേൾക്കും എന്നുള്ളത് ഓക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, അതാണ് അറേ പ്രഡിക്ഷൻ. ഞാൻ ഡീറ്റെയിൽ കാണിച്ചു തരാം. ഇതാണ് മൾട്ടി ട്രാക്ക് റെക്കോർഡിംഗിന്റെ, ഞാൻ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് വച്ചിരിക്കുന്നേ ഉള്ളൂ. എന്താണ് ഒരു ബാൻഡ് പെർഫോം ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് അതിന്റെ മൾട്ടി ട്രാക്ക് എങ്ങനെ റെക്കോർഡ് ചെയ്യാം. പിന്നെ അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിർച്വലി സൗണ്ട് ചെക്ക് ചെയ്യാം. വിർച്വൽ സൗണ്ട്, നിങ്ങളിപ്പോൾ ഒരു ടൂറിംഗ് എഞ്ചിനീയർ ആണെന്ന് വെച്ചോ, നിങ്ങളൊരു ബാൻഡിന്റെ കൂടെ സ്ഥിരം പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവർ പെർഫോം ചെയ്യുന്ന മൾട്ടി ട്രാക്ക് നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ പിറ്റേന്ന് സൗണ്ട് ചെക്കിനൊക്കെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് സൗണ്ട് ചെക്കിന് നിങ്ങൾ പോകണമെന്ന് വെച്ചോ. അപ്പൊ സൗണ്ട് ചെക്കിന് എന്തായാലും ബാൻഡ് ടൈം സ്പെൻഡ് ചെയ്യണമല്ലോ, ഒരു 1-2 മണിക്കൂറൊക്കെ സൗണ്ട് ചെക്ക് ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ കയ്യിൽ അവരുടെ മൾട്ടി ട്രാക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു വിർച്വൽ സൗണ്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, അതായത് ആർട്ടിസ്റ്റിന് പകരം അവർ തന്നെ പെർഫോം ചെയ്ത സാധനങ്ങളിട്ട് വിർച്വൽ സൗണ്ട് ചെക്ക് ചെയ്ത് അവരുടെ മോണിറ്റർ ലെവലും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് പകുതിയോളം ജോലി കുറച്ച് വെക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഗെയിൻ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ ബാൻഡും ഹാപ്പി, നമുക്ക് എന്താണ് കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒരു കമ്പ്യൂട്ടർ നോളജ്, ഓക്കെ, ആ ഒരു സ്കില്ല് നമുക്ക് വേണം. ഇതാണ് ഞാൻ പറഞ്ഞ പ്രഡിക്ഷൻ ടൂള്. ഇപ്പം ലൈനർ പ്രഡിക്ഷൻ ടൂൾ എന്ന് പറയും. നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ ഒരു വീട് വയ്ക്കുന്നതിന് മുന്നേ അല്ലെ നമ്മളെല്ലാവരും പ്ലാൻ വരപ്പിക്കുമല്ലോ. ഓക്കെ, എന്ന് വെച്ചാൽ വീട് വച്ച് വരുമ്പോൾ എങ്ങനെ ഇരിക്കും അതിന്റെ 3D ഒക്കെ ചെയ്യിപ്പിക്കും അല്ലെ. നമ്മൾ അതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യും, നമ്മൾ അതിന് വേണ്ടിയിട്ട് പൈസ സ്പെൻഡ് ചെയ്യും, എല്ലാം സ്പെൻഡ് ചെയ്യും. കാരണം എന്താണ്, വീട് വെച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇളക്കി മാറ്റാൻ പറ്റൂല. അപ്പൊ അതുപോലെ സ്പീക്കേഴ്സ് എവിടെയൊക്കെ എത്തും, അതിന്റെ എന്താണ് കവറേജ് എങ്ങനെയാണ്, അതിന്റെ ഫ്രീക്വൻസി ഡിസ്പേർഷൻ എല്ലാം എങ്ങനെയാണെന്നുള്ളത് ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ്, ഇതിപ്പം JBLന്റെ ലൈൻ അറേ കാൽക്കുലേറ്റർ എന്നും പറഞ്ഞിട്ട് പ്രഡിക്ഷൻ, അത് പ്രഡിക്റ്റ് ചെയ്യാനുള്ളത് അത് അത്രേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം ഓരോരോ എന്താണ് ആൾക്കാർ ഇരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇപ്പം താഴെ ഇവിടെ ഗ്രൗണ്ടിൽ ഇരിക്കുന്നുണ്ട്, ഇവിടെ ഫസ്റ്റ് സെക്ഷൻ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഇങ്ങനെ 4-5ഓളം സെക്ഷനിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇപ്പൊ JBLന്റെ സ്പീക്കേഴ്സ് ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ ഏത് സ്പീക്കറാണോ JBLന്റെ ഉദ്ദേശിക്കുന്നത്, എല്ലാ സ്പീക്കേഴ്സും ഇല്ല, ഹൈ എൻഡ് ഐ മീൻ ലൈനർ റേസോ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ അത്യാവശ്യം മിഡ് റേഞ്ച് അല്ലെങ്കിൽ ഹൈ റേഞ്ച് ഉള്ള സ്പീക്കേഴ്സ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഒരു ഉദ്ദേശം വെച്ച് ചെയ്യണം. ഓക്കെ, എനിക്കൊരു 20 സ്പീക്കർ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ 20 സ്പീക്കർ യൂസ് ചെയ്തു. ഓക്കെ, അപ്പൊ 20 സ്പീക്കർ, ഓരോ സ്പീക്കേഴ്സും എങ്ങനെയാണ് അതിന്റെ അറയിൽ ഹാങ് ചെയ്യേണ്ടത്. ഓക്കെ, ചിലപ്പോൾ 20 എണ്ണം വെച്ച് കഴിഞ്ഞാൽ തികയത്തില്ലായിരിക്കും സ്പീക്കർ. അതെങ്ങനെ തികയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇപ്പം നേരത്തെ സുനിലേട്ടൻ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു വെന്യൂല് അവിടെ 70 ഡെസിബലേ പാടുള്ളൂ എന്നുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം, നമുക്ക് ഇവിടെ എത്ര ആവറേജ് കിട്ടും എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ 70-ന് താഴെയാണ് ഇവിടെ കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും സ്പീക്കേഴ്സിന്റെ എണ്ണം കൂട്ടുക, അല്ലെങ്കിൽ ഡിലേ സ്റ്റാക്ക് ഇവിടെ വേറെ കുറച്ച് സ്പീക്കേഴ്സ് ഇവിടെ ഇടുക, നമുക്ക് കൂട്ടാം അല്ലെ. ഇപ്പൊ കുറവാണെന്നുണ്ടെങ്കിൽ കൂട്ടാണെന്ന് നമുക്ക് എല്ലാം കാണാൻ പറ്റും ഇതിന്റെ അകത്ത്, മനസ്സിലായില്ല. അപ്പൊ ഇതൊരു പ്രഡിക്ഷൻ സോഫ്റ്റ്വെയർ ആണ്. ഇതിപ്പം ഓരോ
ഹൈ എൻഡ് മാനുഫാക്ചേഴ്സും അവരുടേതായിട്ടുള്ള പ്രൊഡക്ഷൻ സോഫ്റ്റ്വെയർ അവരിറക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് കണ്ടോ ലൈനർ എങ്ങനെയായിരിക്കും അതിന്റെ ഷേപ്പ് വരുന്നതെന്നുള്ള ഒരു ഒരു ആ, ഒരു രീതിയൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. പിന്നെ അതിന്റെ റിഗ് റിപ്പോർട്ട് എന്ന് പറയാം. അതിന്റെ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞിരുന്നാൽ ഇപ്പൊ നിങ്ങൾ സൈറ്റിൽ ഇല്ലെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾക്ക് സൈറ്റിന്റെ മെഷർമെന്റ് ഒക്കെ അറിയാം, നിങ്ങളുടെ അസിസ്റ്റന്റ് ആയിരിക്കും അവിടെ നിൽക്കുന്നത്, അയാളും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടെക് ആണെന്നുണ്ടെങ്കിൽ മീൻസ് അതാണ് ഞാൻ പറഞ്ഞത്, എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ്. എഡ്യൂക്കേഷൻ മീൻസ് ഇത് ഈ സാധനങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നത്, അവിടെയാണ് എഡ്യൂക്കേഷൻ. ഓക്കെ, അപ്പം അപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഇതെല്ലാം പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ട്രെയിനറോ എന്തെങ്കിലും ആവശ്യമാണ് തീർച്ചയായിട്ടും. ഓക്കെ, ഒരു ബിഗിനേഴ്സിന് ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ട്രെയിനറോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ആവശ്യം, ഒരു ബാക്ക് സപ്പോർട്ട് ആവശ്യമാണ്. ആ ഒരു ബാക്ക് സപ്പോർട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്കിന് സെൻഡ് ചെയ്ത് കൊടുക്കാം, അപ്പൊ അയാൾ ഹാങ് ചെയ്തോളും. അപ്പം നിങ്ങൾ ചിലപ്പോൾ വേറൊരു ഷോയിൽ ബിസി ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വെന്യൂലെത്തുമ്പോൾ ഓൾമോസ്റ്റ് ഓക്കെ ആയിരിക്കും. നിങ്ങൾ ഹാങ് ചെയ്ത് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നിങ്ങൾക്ക് സൗണ്ട് അവിടെ കിട്ടുന്നുണ്ടാവും. ഇനി മറ്റേതെങ്കിലും ടൈപ്പ് ഓഫ് സ്പീക്കേഴ്സ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ഹൈ പ്രൊഫൈൽ സ്പീക്കർ അല്ല, ഒരു മിഡ് റേഞ്ചിലുള്ള കുറച്ചുകൂടെ റേറ്റ് ഒക്കെ കുറഞ്ഞ, ഐ മീൻ ഫിനാൻഷ്യലി പൈസ കുറഞ്ഞ സ്പീക്കേഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ ഈസ് ഫോക്കസ് പോലെ ഉള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സ്പീക്കർ ഇന്നതാണ്, ഞാൻ പ്രോഗ്രാം ചെയ്യാൻ പോകുന്ന വെന്യൂവിന്റെ ഹൈറ്റ് വിഡ്ത്ത് അതെല്ലാം ഇത്രയാണ് എന്നുള്ളത് നമ്മൾ ഇതിൽ ഇൻപുട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിരുന്നാൽ തീർച്ചയായിട്ടും എനിക്കത് കാണിച്ചു തരും എങ്ങനെയാണ് നിങ്ങൾ സ്പീക്കർ തൂക്കേണ്ടത്, അപ്പം ഫ്ലൈ ചെയ്യേണ്ടത്, താഴെ നിന്നുള്ള ഹൈറ്റ്, അതിന്റെ ടോട്ടൽ ലോഡ് എത്ര വരും, മനസ്സിലായില്ലേ, എത്ര SPL കവറേജ് കിട്ടും, അങ്ങനെ കാര്യങ്ങൾ നമുക്ക് സോഫ്റ്റ്വെയർസിന്റെ സഹായത്തോടു കൂടി നമുക്ക് ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ മറ്റൊരു ടൂള് ഞാൻ പറയുന്നത്, ഓക്കെ, ഇത് ഒരു സ്മാർട്ട് ലൈവ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, അവരുടെ ട്രേസസ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഡോക്ടർ ഒരാളുടെ ECG കണ്ടിട്ട് ഒരു ഡോക്ടറിന് പറയാൻ പറ്റും അയാളുടെ ഹാർട്ടിന് എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ആ ECGയുടെ ഗ്രാഫ് ഉണ്ട്. അതുപോലെ ഈ ഒരു സാധനത്തിന് ഈ ഓരോന്നിനും ഓരോ മീനിങ് ഉണ്ട്. ഇവിടെ ഈ മുകളിൽ വന്നിരിക്കുന്ന ഈ ഒരു ട്രാൻസിയന്റിനും ഈ താഴെ ഉള്ളതിനും എല്ലാത്തിനും ഇതെല്ലാം സ്പീക്കേഴ്സിന്റെ റെസ്പോൺസ് ആണ് നമുക്ക് പറഞ്ഞിരുന്നത്. അപ്പൊ ഇതൊക്കെ ഓരോ ടൈപ്പ് ഓഫ് ടൂൾസ് ആണ് നമ്മുടെ വർക്കിന് നമുക്ക് കുറച്ചുകൂടെ സ്മൂത്ത് ആക്കാൻ പറ്റുന്ന ടൂൾസ് ആണ്. ഇത് ഈ സോഫ്റ്റ്വെയറിന്റെ തന്നെ മറ്റൊരു ഗ്രാഫാണ് അല്ലെങ്കിൽ ട്രേസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ട്രേസ് ഉണ്ട് കഴിഞ്ഞാൽ നല്ല ഒരു എക്സ്പീരിയൻസ്ഡ് എഞ്ചിനീയറിന് പറയാൻ പറ്റും നിങ്ങളുടെ സബും ടോപ്പും അലൈൻഡ് ആണോ, അല്ലെങ്കിൽ ഈ സിസ്റ്റം ശരിയല്ല എന്നുള്ള രീതിയിലൊക്കെ അവർക്ക് പറയാൻ സാധിക്കും. കാരണം എന്താണ്, ഈ ഓരോ ലൈനിനും ഓരോ മീനിങ് ഉണ്ട്. ഓക്കെ, ഈ താഴെ കാണുന്ന ചുവപ്പിനും ഈ പിങ്കിനും ഈ നീലയ്ക്കും എല്ലാത്തിനും ഓരോരോ അർത്ഥങ്ങളുണ്ട്. അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. പിന്നെ can you please explain me in English? Hi man, see actually most of the people it's in Malayalam. Okay, so it's better if I start in Malayalam, so I don't think about the Yeah, others. Philip, actually, this is a Malayalam seminar, so sorry that wrong information may be passed. So Philip, we'll meet later. Thank you. Okay, Philip, we can catch you later. Okay, don't worry. Yeah, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പം ഇത് ട്രേസസ് വെച്ചിട്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ വിട്ട് ഒരു ECG കണ്ടു കഴിഞ്ഞാൽ ഒരു ഡോക്ടർ എങ്ങനെയാണോ അതിനെ വിശദീകരിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ പ്രശ്നങ്ങൾ വിശദീകരിക്കുന്നത്, അതുപോലെ നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റണം ഇന്നതാണ് ഈ സിസ്റ്റം അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിന് ഇങ്ങനെ പ്രശ്നമുണ്ട്. അപ്പം ഇവിടെ ആക്ച്വലി ഇത് പക്ക ഫിസിക്സ് ആണ്. ഫേസിങ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു വേവ് ഫോം സൗണ്ട് എന്താണെന്ന്, അതിന്റെ ഫേസിങ് ഓരോ ഡിഗ്രിയിലും ഫേസ് ക്യാൻസലേഷൻ എങ്ങനെയാണ്, 90 ഡിഗ്രി 180 ഡിഗ്രി 270 ഡിഗ്രിയിൽ എങ്ങനെയാണ് വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ കുറച്ച് ഇത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇനി സോഫ്റ്റ്വെയർ നോളജ് നമ്മൾ ഇങ്ങനെ ചകഞ്ഞു കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്, കൺസോളൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇൻഡസ്ട്രിയിലുള്ള മിക്കവാറും 90% ഡിജിറ്റൽ കൺസോളിനും ഓഫ്ലൈൻ സോഫ്റ്റ്വെയർസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ സെറ്റ് ചെയ്യാം, സോഫ്റ്റ്വെയർ അല്ല, ഒരു കൺസോൾ എങ്ങനെ സെറ്റ് ചെയ്യണം, അതിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് നമ്മൾ സൈറ്റിൽ ചെന്നിട്ട് ചെയ്യുന്ന ഒരു 60% 70% പണി നമുക്ക് എൻ്റെ ലാപ്ടോപ്പിൽ ഇരുന്ന് നമുക്ക് വീട്ടിൽ ഇരുന്ന് സെറ്റപ്പ് ചെയ്തുകൊണ്ടോ സെറ്റപ്പ് ചെയ്ത് ഓക്കെ, ഈ ഡീറ്റെയിൽസ് എല്ലാം എനിക്കൊരു പെൻ ഡ്രൈവിലോട്ട് ആക്കി നേരെ സൈറ്റിൽ ചെന്നാൽ മതി. അപ്പം ഈ ഒരു നിങ്ങൾ ഒരു ടെക്നിക്കലി എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ടെക്നിക്കലി എഡ്യൂക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രം. പിന്നെ ഓഫ് കോഴ്സ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ നോളജ് എന്ന് പറയുന്ന സാധനവും തീർച്ചയായിട്ടും വേണം. ഓക്കെ, ഈ ഓഫ്ലൈൻ സോഫ്റ്റ്വെയർ അതിന് മാത്രമല്ല DSPസിനുണ്ട്. DSP ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സർ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് എന്തെങ്കിലും ക്രോസ് ഓവേഴ്സോ മിക്കവാറും ഉള്ള എല്ലാ മോഡേൺ പ്രോസസ്സേഴ്സിനും
ഈ പറഞ്ഞ DSPs ഉണ്ട്. അപ്പം ഇത് എഡിറ്റ് ചെയ്യുക, ഇതിന്റെ ഓരോ ഓരോ ഓപ്ഷൻസ് എന്താണെന്ന്, ഇപ്പൊ ഫേസ്, ഇവിടെ ഫേസ് ഡിഗ്രി എന്താണ് എന്ന് അറിഞ്ഞിരിക്കണം. അത് ഞാൻ മാറ്റം വരുത്തിയാൽ എന്താണ് സംഭവിക്കുന്നത്. ഇപ്പം LP HP ഗെയിൻ എന്നൊക്കെ പറയുന്നത് ഇവിടെ ഒരു ഇൻവേർട്ടിന്റെ, അത് ഓരോന്നും ഞാൻ ചെയ്താൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ സിസ്റ്റത്തിന് ഉണ്ടാവുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായൊരു ധാരണ വേണം. ഓക്കെ. പിന്നെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു 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 ഇവന്റിന് വേണ്ടിയിട്ട് ഡിസൈനിങ് ടീമിന്റെ ഒരു ലേ ഔട്ട് ഉണ്ടാവും. ഓക്കെ. ഇപ്പൊ ഇത് ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്താണ്. ഓക്കെ. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന വർക്കിൽ നിന്ന്, നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൽ നിന്ന് നമുക്ക് എന്തായാലും സ്ക്രീൻഷോട്ട് എടുത്ത് കാണിക്കും, ഇപ്പൊ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കാണിക്കാൻ പറ്റൂല. ഓക്കെ. അപ്പം ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓട്ടോ ക്യാഡോ അല്ലെങ്കിൽ വെക്ടർ വർക്സോ റൈനോയോ പോലത്തെ സോഫ്റ്റ്വെയർസ് ഉണ്ട്. അത് ഡിസൈനിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് ആണ്. ഇതിന്റെ ഒരു വളരെ ബേസിക്, എനിക്ക് ഇതിന്റെ ഈ സോഫ്റ്റ്വെയറിന്റെ വെറും 5% പോലും അറിയത്തില്ല. എനിക്ക് അറിയേണ്ട കാര്യം ഒറ്റ ഒരെണ്ണേ ഉള്ളായിരുന്നു. എന്താണ്, എനിക്ക് ഇതുപോലൊരു ഡിസൈൻ കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന ഒരു വെന്യൂ ഇതാണെന്ന് വെച്ചോ, ഇതുപോലത്തെ ഒരു പള്ളിക്കകത്തോ അല്ലെങ്കിൽ ഇതുപോലത്തെ വെന്യൂലാണ് നമുക്ക് കിട്ടുന്ന ഫയൽ ചിലപ്പോൾ സൈറ്റ് വിസിറ്റ് കാണത്തില്ല. ഓക്കെ. നമുക്ക് കിട്ടുന്ന ഇതുപോലെ CAD ഫയൽ ആയിരിക്കും കിട്ടുന്നത്. ഈ CAD ഫയൽ നോക്കിയിട്ട് നമ്മൾ ഇതിന്റെ നീളവും ഇതിന്റെ വീതിയും ഇതിന്റെ ഹൈറ്റും എനിക്ക് അറിഞ്ഞാൽ മതി. ഓക്കെ, മനസ്സിലായില്ലേ? ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലുള്ള ഡിസ്റ്റൻസ് എടുക്കാനും, പിന്നെ എത്ര ആംഗിൾ ചരിവുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ഈ സോഫ്റ്റ്വെയറിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നേരത്തെ കാണിച്ച പ്രഡിക്ഷൻസ് ടൂളില്ലേ, പ്രഡിക്ഷൻ, ഞാൻ ഒരു JBLന്റെ കാണിച്ചില്ല, അതുപോലുള്ളതിൽ ഞാൻ ഇൻപുട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. ഞാൻ ഇന്ന ഒരു സ്ഥലത്താണ് പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത്, അതിന് ഇത്ര മീറ്റർ നീളവും വീതി എല്ലാം ഉണ്ട്, ഇത്രയാണ് ഹൈറ്റ്, എങ്കിലേ എനിക്ക് ആ പ്രഡിക്ഷൻ കറക്റ്റ് ആയിട്ട് തരും. അപ്പം നിങ്ങൾ ഇത് ഒരു പാർട്ട് ഓഫ് മീൻസ് എന്താണ്, നിങ്ങളുടെ പാർട്ട് ഓഫ് അപ്ഡേഷൻ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു സെൽഫ് എഡ്യൂക്കേറ്റ് ആവുന്നതിന്റെ ഒരു പാർട്ടാണിത്. ഇങ്ങനെ ഉള്ള ഒരു ലേ ഔട്ട് മനസ്സിലാക്കുക എന്നുള്ളത്. ഓക്കെ. പല ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഓട്ടോ ക്യാഡ്, പിന്നെ റൈനോ, വെക്ടർ വർക്സ്, ഓക്കെ, അങ്ങനെ കുറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ക്ലയന്റുമായിട്ടൊക്കെ മീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവര് തരുന്ന ഒരു ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പോലും കേട്ടിട്ടില്ലാത്ത ഒരു, എന്താ പറയാ, ഒരു എന്തെങ്കിലും ആപ്ലിക്കേഷൻ ആയിരിക്കും. പിന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നു, ഇൻസ്റ്റാൾ ചെയ്യുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും നമ്മൾ ChatGPT ജെമിനിയുടെ അടുത്തോ ചോദിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്യും. അപ്പൊ അങ്ങനെ സെൽഫായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചെടുക്കണം. ഓക്കെ. പിന്നെ മസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് കണ്ടിന്യൂസ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു സാധനം. ഓക്കെ. ഇപ്പൊ വൺസ് ഇൻഡസ്ട്രിയിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ നിങ്ങൾ പാഷനേറ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രോ ഷോസോ എക്സ്പോസ് ഒക്കെ നടക്കുമ്പോൾ നിങ്ങൾ പോവും, അല്ലെ? ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് പാം എക്സ്പോ, നിങ്ങൾ ഈ ഒരു ഇൻഡസ്ട്രിയുമായിട്ട് പാഷനേറ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എങ്ങനെയെങ്കിലും അവിടെ എത്തിയിരിക്കും, എക്സ്പോ അറ്റൻഡ് ചെയ്യും. അത് വൺസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. പുതിയ ടെക്നോളജി എന്തൊക്കെയാണ്, പുതിയ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർസ്, പിന്നെ കുറേ കോൺടാക്ട്സ് കിട്ടും, അല്ലെ? പിന്നെ മിക്കവാറും ഉള്ള മേജർ മാനുഫാക്ചേഴ്സ് വെബിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്യും. ഓക്കെ. വലിയ വലിയ മാനുഫാക്ചേഴ്സ്, പിന്നെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പ്രഡിക്ഷൻ ടൂൾസ്, അതൊക്കെ പുതിയ അപ്ഡേറ്റ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ വെബിനാർസ് ഇഷ്ടം പോലെ ഉണ്ടാവും. അത് നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. ഓക്കെ. പിന്നെ ടെക് ബ്ലോഗ്സ് റീഡ് ചെയ്യുക. പിന്നെ കുറച്ച് ഓൺലൈൻ സർട്ടിഫിക്കേഷൻസ്, നിങ്ങൾ ഓൺലൈൻ സർട്ടിഫിക്കേഷൻസ് ചെയ്ത് കഴിഞ്ഞിരുന്നാൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഷുവറിന്റെ ഒക്കെ, ഇപ്പൊ ദാന്തയുടെ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ ഉണ്ട് കേട്ടോ. ദാന്ത ലെവൽ 1, ലെവൽ 2, ലെവൽ 3. ദാന്തയെ അരച്ചു കലക്കി നന്നായിട്ട് ചെയ്യുന്ന ഒരുപാട് എഞ്ചിനീയേഴ്സ് ഉണ്ട്. ഓക്കെ. അപ്പൊ അതിൽ ചിലപ്പോൾ അവർ ഈ ഫുൾ ലെവലൊന്നും സർട്ടിഫൈഡ് ആയിരിക്കത്തില്ല, ചിലപ്പോൾ അവർക്ക് സമയം കാണത്തില്ല, അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കത്തില്ല. അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ അവർ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം ഈ വെബിനാർസ്, ഈ റീഡിങ്, ടെക് ബ്ലോഗ്, ഇപ്പം ഷുവറിന്റെ ഒക്കെ വെബ്സൈറ്റ് നോക്കിയാണ്, ഷുവറിന്റെ ഒരു ഓഡിയോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ നിന്ന് ഒരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിരുന്നാൽ കുറച്ച് എന്താണ്, നിങ്ങളുടെ CV അതൊരു പോയിന്റ് ആയിരിക്കും. മനസ്സിലായില്ലേ? ഒരു കമ്പനിയുടെ ഇന്റർവ്യൂയോ കാര്യങ്ങളോ നടക്കുമ്പോഴോ നിങ്ങളുടെ CV നല്ലൊരു ഹൈലൈറ്റ് ആയിരിക്കും. നിങ്ങൾ ഓൾറെഡി സർട്ടിഫൈഡ് ട്രെയിനർ ആണ്, ഓക്കെ, എനിക്ക് ഇത്ര അഡീഷണൽ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്, എനിക്ക് ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക്, കാരണം ഞാൻ ഇപ്പം സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഒരു 7-8 മാസമായുള്ളൂ. അപ്പൊ ഞാൻ വരുന്നതിന് മുമ്പ് ഞാൻ ചെയ്ത ഓൺലൈൻ സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്തു, ഇവിടെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാതെ എന്റെ ഓഡിയോ എഞ്ചിനീയറിന്റെ സർട്ടിഫിക്കേഷൻ, ഡിഗ്രി സർട്ടിഫിക്കേഷൻ, അങ്ങനെ എൻ്റെ ഉണ്ടായിരുന്ന എല്ലാ സർട്ടിഫിക്കേഷൻസും അയച്ചു കൊടുത്തു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്രൊഫഷൻ, നമ്മുടെ ID കാർഡിൽ വരുന്ന പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ കറക്റ്റ് പ്രൊഫഷൻ ആയിരിക്കും. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ. പിന്നീട് റിയൽ വേൾഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു റിയൽ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുക. ഓക്കെ. നല്ല മെന്റേഴ്സിന്, ഓക്കെ, സീനിയേഴ്സ് ആയിട്ടുള്ള നല്ല മെന്റേഴ്സ് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബുക്കിലോ അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ വ്ളോഗൊക്കെ വായിക്കുന്നതിനേക്കാളും ഉള്ള ഒരുപാട് വിവരങ്ങൾ ഒരു റിയൽ ലൈഫിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ. അത് ഓൾവേസ് എല്ലാ ഫീൽഡിലും അങ്ങനെയാണ്. നമ്മൾ ഇപ്പം നമുക്ക് തിയറിറ്റിക്കൽ നോളജ് ഉണ്ട്,
അപ്പൊ അത് നമ്മൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, പക്ഷേ അപ്ലൈ ചെയ്യാനായിട്ട് നമുക്കൊരു ബാക്ക് സപ്പോർട്ട് കൂടെ കിട്ടിക്കഴിഞ്ഞിരുന്നാൽ, നല്ലൊരു സീനിയർ മെന്റേഴ്സിനെയൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നല്ലൊരു HOD ആണ്, നല്ലൊരു ഹെഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഇത് എൻ്റെ പേഴ്സണൽ ലൈഫിൽ തന്നെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് ഇപ്പൊ വിത്തൗട്ട് എഡ്യൂക്കേഷനും വിത്ത് എഡ്യൂക്കേഷൻ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഈ സർട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളും ചെയ്യുന്നതിന് മുമ്പ് ഇപ്പൊ സ്പീക്കർ പ്ലേസ്മെന്റ്, ഞാനിപ്പോൾ ലൈവ് ഇൻഡസ്ട്രിയിൽ വന്ന സമയത്ത് എനിക്ക് ഈ സ്പീക്കർ പ്ലേസ്മെന്റിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് ഉണ്ടെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. മനസ്സിലായില്ലേ? ഈ SPL കവറേജ് അല്ലെങ്കിൽ ഇപ്പം ലൈനറെ പ്രഡിക്ഷൻ ടൂൾ ഉണ്ടോന്ന് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ സാധാരണക്കാരൻ ചെയ്യുന്ന കണക്ക് ഓക്കെ സ്പീക്കർ ഇവിടെ വയ്ക്കുന്നു, ഓക്കെ ബാക്കിൽ നിന്ന് കേട്ട് നോക്കുന്നു, ഓഹോ സൗണ്ട് പോരാ, കുറച്ചുകൂടെ സ്പീക്കർ കൊണ്ടുവരേണ്ടതായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാവും. മനസ്സിലായില്ലേ? പിന്നെ ഈ പ്രോപ്പറായിട്ട് ഞാൻ സർട്ടിഫിക്കേഷനും കാര്യങ്ങളും എടുത്തു. മീൻസ് അത് പിന്നെ ട്രയൽ ആൻഡ് എറർ നടത്തി, അതിൽ വീണ്ടും റിസർച്ച് ചെയ്തു, റീവർക്ക് ചെയ്തു, കുറച്ച് ടൂൾസ് പഠിച്ചപ്പം എനിക്ക് ഈസി ആയി. എനിക്ക് പിന്നെ വീട്ടിലിരുന്ന് എനിക്ക് ചെയ്തു നോക്കാം, ഇത്ര സ്പീക്കേഴ്സ് ഇന്ന രീതിയിൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പ്രോപ്പർ ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, പിന്നെ ഈ വയർലെസിന്റെ ഡ്രോപ്പ് ഔട്ട്സും കാര്യങ്ങളും മുമ്പുണ്ടായിരുന്നു. ഞാൻ ഈ RF കോർഡിനേഷന്റെ എന്താണ് കോഴ്സും കാര്യങ്ങളും ഒക്കെ പഠിക്കുന്നതിന് മുന്നേ വരെ എനിക്ക് ഡ്രോപ്പ് ഔട്ട്സും ഇന്റർഫിയറൻസും പലയിടത്തും കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ വയർലെസ് ഇടയ്ക്ക് കട്ടാവുക, പക്ഷെ അതൊന്നും പ്രോഗ്രാമിനെ അഫക്ട് ചെയ്തിട്ടില്ല. മീൻസ് ഒരു കംപ്ലൈന്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല. മുമ്പ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു 2015, 13 ആ കാലഘട്ടങ്ങളിലെ സംഭവമാണ്. പിന്നീട് അതിനുശേഷം ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ എന്താണ് എനിക്ക് ഈ ഒരു പ്രശ്നം മാറ്റണം, സോൾവ് ചെയ്തെടുക്കണം എന്നുള്ള രീതിയിൽ പഠിച്ചു. അപ്പം എനിക്ക് RFന്റെ ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്. അപ്പൊ കുറച്ചുകൂടെ എന്താണ് കുറച്ചുകൂടെ അറിവ് കിട്ടി നമുക്ക്. മനസ്സിലായില്ലേ? പിന്നെ തീർച്ചയായിട്ടും അറേ റിഗ്ഗിങ് പലയിടത്തും ഞാൻ കാണുന്ന പ്രശ്നങ്ങളാണ്. ആരും അറേ റിഗ്ഗിങ്, ചില ആൾക്കാർ റിഗ്ഗിങ്ങിന്റെ പ്രഡിക്ഷൻ ഒന്നും നോക്കാറില്ല. അപ്പം കവറേജ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല. നിങ്ങൾ സ്പീക്കേഴ്സിനൊക്കെ ഈ സ്പീക്കേഴ്സ് റിഗ് ചെയ്യുമ്പോഴത്തേക്കും ഒന്നിന്റെ താഴെ ഒന്നായിട്ട് ഇങ്ങനെ റിഗ് ചെയ്ത് ഒരു ലോക്കിംഗ് പോയിന്റ് ഉണ്ട്. അപ്പൊ കറക്റ്റ് ആ ഒരു ആംഗിൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്ഥലത്തായിരിക്കത്തില്ല സൗണ്ട് പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ പ്രഡിക്ഷൻ സോഫ്റ്റ്വെയർ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആ റിഗിങ് കറക്റ്റ് ആയിട്ട് കിട്ടും. കവറേജും ആംഗിൾസ് എല്ലാം ലെഫ്റ്റിലും റൈറ്റിലും എല്ലാം കറക്റ്റ് ആയിരിക്കും. ആ വെന്യൂ മൊത്തത്തിൽ നിങ്ങളുടെ ശബ്ദത്തിന് കവറേജ് ഉണ്ടാവും. പിന്നെ AV നെറ്റ്വർക്കിംഗ്, ഈ റീസെന്റ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഒരു 4-5 വർഷം മുന്നേ വരെ. അതായത് ഞാൻ പറഞ്ഞില്ലേ ദാന്തയുടെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളും. ഓക്കെ, അപ്പം എന്താണ് ഒരു സോഫ്റ്റ്വെയർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആർക്കുണ്ടെങ്കിലും കുറച്ച് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ നോളജോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ഒരു ഐഡിയ കിട്ടും. പക്ഷെ അതിലോട്ട് ഡീപ്പായിട്ട് പോകുമ്പോഴേ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞിരുന്നാൽ സുനിലേട്ടൻ പറഞ്ഞ നമുക്ക് ട്രബിൾ ഷൂട്ടിംഗ് എന്ന് പറയുന്ന സാധനമല്ലേ, പെട്ടെന്ന് നമുക്ക് ചിന്തിച്ച് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണ്ടേ? ഇപ്പം മുമ്പൊരിക്കൽ ഒരു വർക്ക് പോയപ്പോഴത്തേക്ക് എനിക്ക് ദാന്തയെ വഴി സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ എനിക്ക് അവിടെ റെഡ് കാണിക്കുന്നുണ്ട്, എന്തൊക്കെ ഇറർ കാണിക്കുന്നുണ്ട്, എനിക്കിത് മനസ്സിലാവുന്നില്ല. ഓക്കെ, അങ്ങനെ വീണ്ടും ദാന്തയുടെ സർട്ടിഫിക്കേഷനിലോട്ട് പോയി അതിനെക്കുറിച്ച് പഠിച്ചു. ഓക്കെ, അപ്പോഴാണ് അതിന്റെ ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ സ്വിച്ചിന്റെ കോൺഫിഗറേഷൻ, മാനേജർ സ്വിച്ച്, അൺമാനേജർ സ്വിച്ച്, അതിന്റെ കോൺഫിഗറേഷൻ, IGMP സ്നൂപ്പിംഗ്, അങ്ങനെ കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ എനിക്ക് എന്താണ് ഇപ്പം വലിയ പ്രശ്നമില്ലാതെ എനിക്ക് ദാന്ത നെറ്റ്വർക്കിൽ എനിക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് ഷോ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇത് എന്താണ് റിയൽ വേൾഡ് ഓഫ് എഡ്യൂക്കേഷനിലാണ്. അപ്പം ഇതില്ലാതെ ഈ സർട്ടിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം ചെയ്യാതിരുന്നപ്പോഴും ചെയ്തതിന് ശേഷവും നല്ലൊരു വ്യത്യാസം നമുക്ക് സെൽഫായിട്ട് തന്നെ ഫീൽ ചെയ്യും. നമ്മുടെ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് പ്രൊഫഷണൽ ലൈഫിൽ നമുക്കത് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, ഇത് ആരുടെയോ ഒരു കോട്ടാണ്. ഓക്കെ, അതായത് ഇൻ ദ AV ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ടീച്ച് യു വാട്ട് ടു ഡു. അതെ, എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വഴി കിട്ടും. പക്ഷെ എഡ്യൂക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, എഡ്യൂക്കേഷൻ ടീച്ച് യു വൈ ആൻഡ് ഹൗ ടു ഡു ഇറ്റ് ബെറ്റർ, സേഫർ ആൻഡ് സ്മാർട്ടർ. ഓക്കെ, അപ്പൊ ഇതാണ് എനിക്ക് ഇന്ന് ആക്ച്വലി AV ഇൻഡസ്ട്രിയിലുള്ള നമ്മുടെ എന്താ പറയാ എഡ്യൂക്കേഷനെ പറ്റിയിട്ട് പറയാനുള്ള കുറച്ച് മെയിൻ കാര്യങ്ങൾ. യെസ്, പ്രത്യേകിച്ച് ഒന്നും എന്താ പറയാ അതിന്റെ മുകളിലേക്കൊന്നും പറയാനില്ല. അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു. വളരെ സ്മൂത്ത് ആയിട്ട് ആണ് കാര്യങ്ങൾ പോയത്. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഇപ്പം സുനിൽ ചേട്ടനും ജിനു സാറും കൂടിയിട്ട് ഇതിനെ കൊണ്ടുപോയി. ഒത്തിരി താങ്ക്സ്. അപ്പൊ ഇതൊരു എഡ്യൂക്കേറ്റീവ് പർപ്പസ് ആണ്. അപ്പൊ നമ്മുടെ ഗ്രൂപ്പ് ആണെങ്കിലും ഈ ഒരു എഡ്യൂക്കേറ്റീവ് പർപ്പസിനാണ് അത് ക്രിയേറ്റ് ആയിട്ടുള്ളത്. അപ്പൊ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇപ്പൊ അഡ്വർടൈസ്മെന്റ് വന്നാൽ അറിയാലോ, നമുക്ക് അത് തന്നെ ആസ് യൂഷ്വൽ ആയി പോവും. അതുകൊണ്ട് ജസ്റ്റ് ബ്ലോക്ക് ചെയ്താണ്. എനിവേ, അപ്പോൾ ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ഇവിടെ ടൈപ്പ് ചെയ്ത് ചോദിക്കാം. പിന്നെ നമുക്ക് ക്വിസ് ഇപ്പം എന്താ പറയുക ഒരു 3 questions കൂടി ഉണ്ട്. അപ്പൊ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്തതിന് ശേഷം ഇതിന്റെ ഒരു വൈൻഡ് അപ്പ് സെഷനിലേക്ക് പോവാം.
അപ്പൊ അതിനു മുമ്പായിട്ട് ഞാൻ ഒത്തിരി താങ്ക്സ് ജിനു സാർ, എന്താ പറയുക, വെരി വെൽ എക്സ്പ്ലെയിൻഡ്. അപ്പൊ ആ ക്വിസ് ടൈമിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം, ഒപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് ചാറ്റ് വഴി ചോദിക്കാം. അപ്പോൾ സുനിൽ ചേട്ടനും ഉണ്ട് നമ്മുടെ ഒപ്പം, ജിനു സാറും ഉണ്ട്, അവരുടെ വാല്യൂബിൾ ടൈം ഉണ്ട്. അപ്പോൾ ഞാൻ ആ ക്വിസിലേക്ക് കടക്കുകയാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, മൈക്രോഫോൺ കേബിൾ ഈസ് ഓൾസോ കോൾഡ് ഡാഷ് കേബിൾ. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ജെറിൻ ദാസ് വീണ്ടും അടിച്ചിരിക്കുന്നു. XLR കേബിൾ ആണ്. ദാറ്റ്സ് എ റൈറ്റ് ക്വസ്റ്റ്യൻ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യട്ടെ. ഓക്കെ, ജെറിൻ സെക്കൻഡ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യനും ജെറിനാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് XLR ആണ്. ഓഫ് കോഴ്സ്, ഡാഷ് ബോക്സ് ഈസ് യൂസ്ഡ് ടു കണക്ട് ഗിറ്റാർ ടു ആൻ XLR ഇൻപുട്ട്. DI, വെരി ഗുഡ്. അപ്പം അതും ജെറിൻ രണ്ടും കൽപ്പിച്ചാണെന്ന് തോന്നുന്നു. ജെറിനും പറഞ്ഞു കഴിഞ്ഞു DI ബോക്സ്. എല്ലാവരും DI എന്ന് കേട്ടത്. DI ബോക്സ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കൺസിഡർ ചെയ്യുന്നത് വേറെ ആരെങ്കിലും. ഓക്കെ, അപ്പൊ ജെറിൻ വീണ്ടും പറഞ്ഞിരിക്കുകയാണ് DI ബോക്സ്. ഓക്കെ, അപ്പൊ എനിവേസ് നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫുൾ ഫോം ഓഫ് FOH. യെസ്, എനിക്ക് തോന്നുന്നത് ജെറിൻ റോബോട്ട് ആണെന്ന് സംശയമുണ്ട് അല്ലേ? കാരണം കറക്റ്റ് ആൻസർ ആണ് എല്ലാം പറയുന്നത്. എനിവേ, FOH ഐ തിങ്ക് ജെറിൻ ഞാൻ ജിൻ സാറിനും പഠിപ്പിച്ചിട്ടുള്ള സ്റ്റുഡൻ്റ് ആണ് SEL ഉള്ള സമയത്ത്. അതെനിക്കിപ്പോൾ മനസ്സിലായി. എനിവേസ്, ഓക്കെ, അപ്പോൾ ജെറിനാണ് വിന്നർ. ജെറിൻ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഇതിൽ നിന്നൊരു പെന്നോ അല്ലെങ്കിൽ ഒരു പെൻസിലോ ചോക്ലേറ്റോ കൊടുക്കേണ്ട ഒരു കാര്യമല്ല അല്ലേ? അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ജെറിൻ ഓൾറെഡി പ്രൊഫഷണൽ ആണ്. ജെറിൻ ഇനി വേറെ കോഴ്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മോങ്സിൽ ഏറ്റവും മെയിൻ കോഴ്സ് എന്ന് പറയുന്നത് ഡിപ്ലോമയാണ്. 1 വർഷത്തെ 9 മാസം നമുക്ക് അക്കാഡമിയിൽ ട്രെയിനിങ്, ലൈറ്റിംഗ്, ലൈവ് സൗണ്ടിൽ ഡിപ്ലോമ. പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ്. ഇപ്പൊ നമുക്ക് അറിയാം, നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പല വിമർശനങ്ങളും കേട്ടും പിന്നെ അഡ്വൈസുകൾ സ്വീകരിച്ചും. ഇപ്പോൾ മെന്റേഴ്സ് ഉണ്ട് നമുക്ക് ഒരുപാട്. ജിൻ സാറൊക്കെ നമ്മുടെ അക്കാഡമി ഭാഗമാണ്, സുനിൽ ചേട്ടൻ ഭാഗമാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ ഒപ്പം ഉണ്ട്, നമ്മളെ എന്താ പറയുക, ഗൈഡ് ചെയ്യാൻ. എന്നാലും ഗോഡ്സ് ഗ്രേസ്, പിന്നെ നമുക്ക് ആവുന്ന രീതിയിൽ സ്റ്റുഡൻസിന് സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ട് നമുക്ക്. നമ്മളിപ്പോൾ ഒരു വിങ് കൺസോൾ പർച്ചേസ് ചെയ്തു, പിന്നെ ഒരു ടൈഗർ ടച്ച് എടുത്തു. ഇനി നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ട്. ബട്ട് നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത വെച്ചാൽ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ്. തിയറി ഉണ്ട്, കാരണം സ്റ്റഡ് കൗൺസിലാണ്, എക്സാം സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഒരു 9 മന്ത് ട്രെയിനിങ് കഴിഞ്ഞാൽ 3 മന്ത് ഇന്റേൺഷിപ്പ് കമ്പൾസറി ആണ്. അതിപ്പോൾ ബാംഗ്ലൂർ പോലുള്ള മുംബൈയിലൊക്കെ ഇപ്പോൾ പ്രൊഫഷണൽ കമ്പനികളിലാണ് നിങ്ങൾ പോവുക. അവിടെ മോസ്റ്റ്ലി നിങ്ങൾക്ക് ഒരു പേയ്മെന്റ് തരും കമ്പനി. അങ്ങനെയാണ് പതിവ്. പേയ്മെന്റ് ചിലപ്പോൾ താമസം പ്രശ്നം ഉണ്ടാവില്ല, പേയ്മെന്റ് ഉണ്ടാവാറുണ്ട്. നല്ല എക്സ്പോഷർ കിട്ടും അവിടെ. പ്രൊഫഷണൽ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് 3 മാസം നിങ്ങൾ ഇന്ത്യൻ ആയിട്ട് നിൽക്കും. ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ മുഴുവൻ തെറി കേൾക്കില്ല, പകുതി തെറി കേൾക്കുള്ളൂ. അത് ചീത്ത കേൾക്കുള്ളൂ, ഇൻട്രസ്റ്റ് അറിയാലോ. ഇപ്പൊ ജിൻ സാർ പറഞ്ഞു, നല്ല മെന്റേഴ്സ് നിങ്ങൾ അവരെ ഗൈഡ് ചെയ്ത്, പിന്നെ അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾ, ഇപ്പൊ ഡിജിക്കോ ആണെങ്കിലും യമഹ കൺസോൾസും പിന്നെ ഇപ്പൊ അലൻ ഹീത്ത് എല്ലാ കൺസോൾസിലും അവർക്ക് ട്രെയിനിങ്ങുകൾ കൊടുക്കും, ലൈനറെ സോഫ്റ്റ്വെയർസ് പഠിപ്പിക്കും. ഇതിന്റെ പ്രാക്ടിക്കൽ ലാബാണ് ഇന്റേൺഷിപ്പ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കോഴ്സ് പോയി അങ്ങനെ അവസാനം ഫിനിഷ് ചെയ്യുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ട്, നമുക്ക് കറക്റ്റ് ആയിട്ട് ആൾക്കാരെ നമുക്ക് പ്ലേസ് ചെയ്യാൻ ആൾക്കാരെ ആവശ്യമുണ്ട്, പക്ഷെ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒന്ന് കുട്ടികൾ പഠിച്ചു കഴിയുമ്പോൾ അവർക്ക് അവരുടെ വീടുകളിലൊക്കെ സൗണ്ട് ഉള്ളവരുണ്ട്, കുറെ പേരൊക്കെ ഓൾറെഡി പ്ലേസ്ഡ് ആവുന്നുണ്ട്, പിന്നെ കുറച്ച് പേരെ നമുക്കറിയാം പ്ലേസ് ചെയ്യാൻ പറ്റൂല. അത് അവരുടെ ഒരു ബിഹേവിയറിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഹൈ ക്ലാസ് ആണ്. ഇപ്പൊ നമുക്ക് പറഞ്ഞ പോലെ ഇത്രയും ഒരു +2 ഒക്കെ കഴിഞ്ഞ് ഒരു ഡിപ്ലോമ കഴിഞ്ഞ് ഇത്രയും സാലറി കിട്ടുന്ന ഇൻഡസ്ട്രി അറിയില്ല കേട്ടോ, ടു ബി ട്രൂ. പിന്നെ ഈ പറഞ്ഞ പോലെ എഡ്യൂക്കേറ്റഡ് ആയിരിക്കുന്നതും പുതിയ വിഷൻസ് ഒക്കെ ഉണ്ടാവുന്നതാണ് എല്ലാവരുടെയും വളർച്ച. അപ്പോൾ എന്തായാലും എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്, വർക്ക് ചെയ്യുന്നവരുണ്ട് ഇതിൽ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ജോയിൻ ചെയ്തതിൽ, ഇത്രയും സക്സസ്ഫുൾ ആക്കിയതിന്. പ്രത്യേകിച്ച് സുനിൽ ചേട്ടനും ജിൻ സാറിനും ഒത്തിരി ഹൃദയത്തിന്റെ ഭാഷയിൽ അക്കാഡമിയുടെ പേരിലും എൻ്റെ പേരിലും നന്ദി പറയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇനി ഗുഡ് നൈറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ലീവ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഗുഡ് നൈറ്റ്.